കർത്താവ് അങ്ങ് നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അങ്ങ് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അപ്പാ ഹല്ലേലൂയ, മാറ്റമില്ലാത്ത വചനം, ഞങ്ങളുടെ രക്ഷയ്ക്ക് ആധാരമായ ജീവന്റെ വചനം ഇന്ന് പകൽ നേരം ഞങ്ങളുടെ ആത്മമനുഷ്യനെ വീണ്ടും വളർത്തുവാൻ പ്രാപ്തമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവെ ആത്മീക ജീവിതത്തിന് പരമപ്രധാനമായ എല്ലാ കർത്താവെ ഹല്ലേലൂയ ആത്മീക അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കുന്നു. വലിയൊരു വിടുതലിന്റെ കരം ചലിക്കണം, ബലപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ ഒരു പരിശുദ്ധ നാമം തന്നെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടെ അടുത്ത് വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നതിന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽ നേരം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾക്ക് ചില വചനങ്ങളെ നമുക്ക് ചിന്തിക്കാം. നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യത്യസ്തമായ ചില വിഷയങ്ങളെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പലപ്പോഴും ആ വിഷയങ്ങൾ എടുത്ത് തീർക്കുവാൻ കഴിയാത്ത അതിൻ്റെ വിശാലത കാരണം സമയത്തിൻ്റെ ദൗർലഭ്യം നിമിത്തവും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവ് സഹായിച്ചു. ഇന്ന് പകൽ നേരം നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരുമ്പോൾ ദൈവവചനത്തിൽ നമുക്കിന്ന് ഗ്രഹിക്കുവാനായിട്ട് ഇടയാകട്ടെ. ആമേൻ. സ്തോത്രം. കൊരിന്ത്യ ലേഖനത്തിൻ്റെ അകത്ത് അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം, 1 കൊരിന്ത്യർ 2:15 നമുക്കൊന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 2:15. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. സ്തോത്രം. ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് നമ്മളിന്ന് കേൾക്കുവാനിടയായത്. സ്തോത്രം. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കൊരിന്ത്യ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് 1-ാം ലേഖനം എഴുതുമ്പോൾ ആത്മീകനെ ഗ്രഹിക്കുവാൻ, ആത്മീകരോട് ലേഖനങ്ങൾ എഴുതുമ്പോൾ ആത്മീകരോട് ആത്മീകമായ സ്തോത്രം മർമ്മങ്ങളെ കൈമാറേണ്ടതിന് ആത്മീകനെ കുറിച്ച് ആത്മീകരോട് സംസാരിക്കുമ്പോൾ ആത്മീകന്റെ നിലവാരത്തെക്കുറിച്ച് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പ്രതിപാദിക്കുന്ന രംഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. ആമേൻ. ശ്രദ്ധിക്കണം. കൃപാവരങ്ങളിൽ വളരെ പരമപ്രാധാന്യമായ ഒരു വരമാണ് വിവേചന വരം എന്ന് പറയുന്നത്. വിവേചിക്കുവാനുള്ള കൃപ പ്രാപിച്ചിരിക്കണം നമ്മൾ ഓരോരുത്തരും. ആമേൻ. കൃപാവരങ്ങളിൽ വളരെ പ്രധാനമാണ് വിവേചന വരം എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവനെ ലോകത്തിൽ സ്വർഗത്തിലെ ദൈവമാക്കി നിർത്തുമ്പോൾ അവൻ ലോകത്തോടുകൂടെ പോകാതെ വണ്ണം ലോകത്തിലെ വിവേചിക്കുവാൻ, അവന് ചുറ്റുമുള്ളവരെ വിവേചിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവനെ സജ്ജമാക്കുകയും കർത്താവ് പകർന്നിരിക്കുന്ന ഈ കൃപ പ്രാപിച്ച് അവൻ ലോകത്തെ വിവേചിച്ച് ചതിക്കുഴികളിൽ വീഴാതെ, ശത്രുവിന്റെ വഞ്ചനകളിൽ വീഴാതെ വണ്ണം ജയകരമായ ഒരു ജീവിതം നയിക്കേണ്ടതിനാണ് കർത്താവ് ഈ വരം സ്തോത്രം പ്രിയപ്പെട്ട ഓരോ വിശുദ്ധന്മാർക്കും കൊടുത്തിരിക്കുന്നത്. വിവേചിക്കുവാൻ കൃപ ലഭിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആമേൻ. ഇവിടെ പറയുന്നു, ആത്മീകന്റെ കാര്യം പറയുന്നു, ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു. അതായത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ഇവിടെ ഭൂമിയിലുണ്ട്. അവർ പുറമേ മനുഷ്യരായി അവരെ ചിത്രീകരിക്കുമ്പോഴും ആത്മമനുഷ്യൻ ദൈവവൈതലായിരിക്കുന്ന ഒരു ദൈവവൈതലായിരിക്കുന്ന ഒരു വ്യക്തി, അവനിൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്താൽ അവന്റെ ചുറ്റുമുള്ള സകലത്തെയും വിവേചിച്ച് മനസ്സിലാക്കുന്നു. ആമേൻ. അതായത് ഈ അഭിഷേകം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവേചനപരം ദൈവം തന്നിട്ടുണ്ട്. അതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. ആ വരം നമ്മൾ പ്രാപിച്ചെടുക്കണം. വിവേചിക്കുവാൻ നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തികളെ, നമ്മൾ ചെല്ലുന്ന ദേശത്തെ, നമ്മൾ കയറി ചെല്ലുന്ന വീടിനെ, നമ്മൾ ആയിരിക്കുന്ന പശ്ചാത്തലത്തെല്ലാം വിവേചിക്കണം. അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതാണ്. ആ വരം ഉള്ളവർക്കാണ് അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ.
ആമേൻ. ഹല്ലേലൂയ. വിവേചിക്കുമ്പോൾ ഒരു വ്യക്തിയെ വിവേചിക്കും, അവന്റെ സ്വഭാവം വിവേചിക്കും, അവന്റെ സംസാരം വിവേചിക്കും, അവന്റെ വഴികൾ വിവേചിക്കും, അല്ലെങ്കിൽ അവന്റെ ജഡത്തിന്റെ താല്പര്യങ്ങൾ വിവേചിക്കും, അവനിലെ ആത്മീയത വിവേചിക്കും. ഇതിനെല്ലാം ദൈവത്തിന്റെ ആത്മാവാണ് ഒരുവനെ സജ്ജമാക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് വിവേചന വരമില്ലെങ്കിൽ ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വളരെ അത്യാവശ്യമായിരിക്കുന്ന വരം വിവേചനപരമാണ്. ആമേൻ. ഈ വിവേചനപരം ഇല്ലാതെ പലരും പോകുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അപകടം വരുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ ആരാന്നറിയാം തലവേദന ഉണ്ടാക്കും ഈ വിവേചനപരം ഇല്ലാത്തവരാണ്. അവർക്ക് വിവേചിക്കാനുള്ള കഴിവുമില്ല, വിവേചിച്ച് കാര്യം പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കാനോ വിശ്വസിക്കാനുള്ള ശക്തിയില്ല. കാരണം എന്നാ? നമ്മൾ കുറച്ച് പുറകോട്ടിറങ്ങി വായിക്കുമ്പോൾ നമ്മൾ സ്തോത്രം അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചേ. ഇവിടെ ശ്രദ്ധിക്കണം, പ്രാകൃത മനുഷ്യനുണ്ട്. ആത്മീകൻ, ജഡീകൻ, പ്രാകൃതൻ. അപ്പോൾ മനസ്സിലാക്കണം, പ്രാകൃതനെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രാകൃതരായിട്ടുള്ളവർ ദൈവവേല വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർ വരുമൊക്കെ ചെയ്യും, ഉണ്ട് താനും. അതല്ല അവരുടെ പ്രശ്നം എന്നാ പറയുക, അവർക്ക് ആത്മീയകാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. അവർക്ക് ആത്മീയ കാര്യം കേൾക്കുന്ന ഭയങ്കര വെറുപ്പാ. പക്ഷെ അവർ ആത്മീകന്റെ ലെവലിലാണ് ജീവിക്കുന്നത്. അവൻ ഇട്ടിരിക്കുന്ന വസ്ത്രവും അവൻ തിന്നുന്ന ചോറും എല്ലാം വാൽമീയത്തിന്റെ പേര് കിട്ടിയേക്കുന്നതായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കണം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കണേ, ആരാന്നറിയോ? വർഷങ്ങളായിട്ട് സ്നാനപ്പെട്ടിട്ടും ഈ വരം പ്രാപിക്കാതിരിക്കുന്നവൻ ആരാന്നറിയോ? ദൈവാത്മാവിന്റെ ആലോചന പോഷത്വമാണെന്ന് ഉള്ളുകൊണ്ട് വിശ്വസിച്ചിരിക്കുന്നവനാണ് ഒരിക്കലും ദൈവശബ്ദം കേൾക്കാത്തത്. ശ്രദ്ധിച്ചോ? ആർക്കാണ് ദൈവശബ്ദം കേൾക്കാൻ കഴിയാതെ പോകുന്നത്? പരിശുദ്ധ ആത്മാവിന്റെ ആലോചന ഉള്ളുകൊണ്ട് നിഷേധിക്കുന്നവനാണ് ദൈവശബ്ദം കേൾക്കാതെ പോകുന്നത്. ഹല്ലേലൂയ. അവർ സഭയ്ക്കകത്ത് അവർ ദൈവാലോചന ഒരു അഭിഷിക്തനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയാലും ഇങ്ങനെയുള്ളവർ അവിടെ നിന്ന് ഉറങ്ങും. അല്ലെ ഒരു ചെറിയ ചിരിയും ചെറിയൊരു പൂച്ചമൊക്കെ ആയിട്ട് ഇരുന്ന് ആരാധന കഴിയുമ്പോ ചന്തിയിലെ പൊടിയും തട്ടിയിട്ട് എന്നും വീട്ടിലേക്ക് പോവുകയും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? ആരാണത്? പ്രാകൃത മനുഷ്യൻ. എന്താണ് അവരുടെ പ്രശ്നം? അവർക്ക് ദൈവാത്മാവിന്റെ ആലോചന, ദൈവാത്മാവിന്റെ ശബ്ദത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതല്ല. അവരാരാണ്? അവര് പ്രാകൃത മനുഷ്യരാണ്. എന്നാൽ പ്രാകൃത മനുഷ്യൻ അവിടെ വായിക്കുന്നുണ്ടാണ്. പ്രാകൃത മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവാത്മാവിന്റെ ഉപദേശം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് കേൾക്കുന്നതാണ് ദൈവാത്മാവിന്റെ ഉപദേശം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിലുള്ള വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി സ്വന്തം വിവേചിക്കുമ്പോൾ ദൈവാത്മാവോട് സംസാരിക്കും. ഹല്ലേലൂയ. നമ്മളിപ്പോ ഒരു ഭവനത്തിൽ ചെല്ലുക, നമ്മൾ അവിടെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ അഭിഷേകം പ്രാപിച്ചിട്ടുള്ള വ്യക്തിയാണോ, വിവേചനപരമുള്ള വ്യക്തിയാണോ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് ആ കയറി ചെല്ലുന്ന വീടിനെ കുറിച്ച് സംസാരിക്കും. അവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ച് സംസാരിക്കും, അവരുടെ സ്വഭാവത്തെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ ആത്മീകൻ മാത്രമാണ് അത് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ മനസ്സിലാക്കണം, ആരാണിത് കേൾക്കാതിരിക്കുന്നതെന്ന് മനസ്സിലായോ? പ്രാകൃതനാണ്. സ്നാനപ്പെട്ടിട്ട് 10-15 വർഷമാ ചോദിച്ചു ദൈവശബ്ദം തന്നെ കേട്ടിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ വീണ് പട്ടിയിരിക്കുന്ന പോലെ ഇരിക്കുകയുള്ളൂ. എന്താ? അറിയത്തില്ല. എന്താണ് കാരണം? പ്രാകൃതനാണ്. ഇതുവരെ ദൈവശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ മനസ്സിലാക്കണം, ആള് പ്രാകൃതനാണ്. ഞാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആത്മീകനാണ്. മനസ്സിലായോ? ഇത് എവിടെ കേൾക്കുന്നേ? എവിടെ കേൾക്കുന്നേ? ഹൃദയത്തിൽ കേട്ടുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി എല്ലാം ചരിത്രമായിട്ട് വേണമല്ലോ കണക്ട് ചെയ്യാനായിട്ട്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് പത്രോസിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം അതിന്റെ 10-ാം അധ്യായമാണ്. അതിന്റെ
10-ാം അധ്യായം അതിന്റെ 3 മുതൽ വായിച്ചേ. അല്ല, സോറി, 3 മുതലല്ല, അത് കൊർന്നല്യോസിന്റെ ദർശനമാണ്. നമുക്കതിന്റെ സ്തോത്രം അതിന്റെ 10 മുതൽ. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിക്കുവാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കിവിട്ട ഒരു പാത്രം വരുന്നതും കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസേ, എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്ന് ശബ്ദമുണ്ടായി. ശ്രദ്ധിക്കണം, ഇത് ദർശനത്തിൽ ഒരു വ്യക്തി കാണുകയാണ്, ഇത് പ്രാകൃതം കാണില്ല കേട്ടോ. ഈ പത്രോസ് ഇത് ദർശനത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 4 വശവും കെട്ടിയിറക്കിയ ഒരു തുപ്പട്ടി അവിടെ കണ്ടിട്ട് സകല മൃഗങ്ങളും, അല്ലേ, സകലവിധ മൃഗങ്ങളും അതിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. ചിലര് ഇതൊക്കെ മറ പിടിച്ചിട്ടാണ് ഇഷ്ടമുള്ളത് തിന്നാന്നും പറഞ്ഞ് നടക്കുന്നത്. ഇത് ദർശനമാണ്. ഈ ദർശനം ഏതാണെന്ന് മനസ്സിലാകാത്ത പ്രാകൃതൻ എന്തും തിന്നാൻ റെഡിയാകും, അല്ലെ? നല്ലൊരു വാക്യമല്ലേ അത്, അല്ലെ? ദർശനം ഏതാണെന്ന് തിരിച്ചറിയാത്ത പ്രാകൃതൻ ഇതിന്റെ മറവിൽ എന്തും തിന്നും. അവിടെ പറയും, ബൈബിള് എഴുതിയിട്ടുണ്ട്, ഒരു തുപ്പട്ടി പത്രോസിന് ഇറക്കുന്നിട്ട് എന്തും അർത്ഥം തിന്നോളാൻ പറഞ്ഞെന്ന്. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് പ്രാകൃതന്റെ ഒരു ലക്ഷണമാണ്. മനസ്സിലാകണം, അല്ലെ? അവിടെ വായിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വായിച്ചപ്പോൾ 4 വശം കെട്ടിയിറക്കിയ ഒരു തുപ്പട്ടിയിൽ എല്ലാ മൃഗങ്ങളും ഇഴജാതികളും എല്ലാം ഇരിക്കുകയാണ്. ഇത് അറുത്ത് തിന്നുക എന്ന് പത്രോസിനോട് പറഞ്ഞു. പത്രോസ് പറഞ്ഞു എന്താ? പത്രോസേ, എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ് ഒരിക്കലും പാടില്ല. തന്നിൽ യഹൂദനും തന്നിലിരിക്കുന്ന യഹൂദ മര്യാദകളെല്ലാം തന്റെ ഉള്ളിൽ നിന്ന് എന്നോട് പറയുകയാണ്, ഒരിക്കലും പാടില്ല. മലിനമോ തിന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ഇത് ദർശനമല്ലേ? ഇത് ഇത് മയക്കത്തിൽ ഇത് കണ്ടതാണ്, അല്ലേ? മയക്കത്തിൽ ആ വ്യക്തിക്ക് വിശക്കാൻ ആഗ്രഹിച്ചിങ്ങനെ ഇരുന്നു. എന്താണോ, പ്രഷർ താഴ്ന്നു പോയതാണോ, BP കൂടിയതാണോ, ഏതാണ്ട് സംഭവിച്ചവിടെ, അല്ലേ? വിശക്കാൻ ആഗ്രഹിച്ചു. കാര്യം സ്വതന്ത്രം എന്തെങ്കിലും ആട്ടെ, പ്രായമുള്ള ആളാന്ന് മനസ്സിലാക്കാം. അപ്പോ പെട്ടെന്ന് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടായി, ഈ വ്യക്തി ദർശനം കാണിച്ചു. അപ്പൊ ഒരു കാര്യമുണ്ട്, ദർശനം കാണുവാൻ പ്രാപ്തമായ രീതിയിൽ ആ വ്യക്തിയുടെ ശരീരത്തെ സ്വർഗത്തിലെ ദൈവം സജ്ജീകരിച്ചെന്ന് മനസ്സിലാക്കണം. വിശപ്പ് വന്നു, മനസ്സിലാകുന്നുണ്ടോ? പെട്ടെന്നൊരു കാര്യം ദൈവത്തിൽ ഇടപെടാനുണ്ട്, പെട്ടെന്നൊരു കാര്യം പത്രോസിനോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ തന്റെ ജീവിതത്തിൽ വന്ന ഒരു അസാധാരണമായ പ്രയാസം വന്നപ്പോൾ തനിക്കൊരു മയക്കം നേരിട്ടു. അതിലാണ് ദർശനം കാണിച്ചു കൊടുത്തത്. ഇനി ശ്രദ്ധിക്കണം, ഈ ദർശനം കണ്ടിട്ട് ബാക്കി വായിച്ചേ. ഈ കണ്ട ദർശനം എന്തായിരിക്കും എന്ന് പത്രോസ് ഇവിടെ ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുരുഷന്മാർ ശീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിക്കൽ നിന്നു. വിളിച്ചു ചോദിച്ചു. ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ദർശനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരവനോട് ആത്മാവ് അവനോട് ഇത് ദർശനമാണോ? ഈ പറയുന്ന വാക്യം ദർശനമാണോ? പിന്നെ ആ പറഞ്ഞ വാക്കെന്താ? ഒന്ന് വായിച്ചേ. അപ്പൊ അവൻ ഉണർന്നാണോ ഇരിക്കുന്നേ? അതെ. അടുത്തത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട് ഏതാത്മാവ്? ഇത് ഏത് ചെവി കൊണ്ട് കേട്ടു? ഏത് ചെവി കൊണ്ട് കേട്ടു? ഏത് ചെവി കൊണ്ട് കേട്ടു? പറഞ്ഞേ. ഈ ചെവി കൊണ്ട് കേട്ടോ? ഈ ചെവി കൊണ്ടാണോ കേട്ടത്? ആ ഉത്തരം അവിടെ തന്നെയുണ്ട്. ഒന്നും കൂടെ വായിച്ചവിടെ വായിക്കുന്നത് പത്രോസ് ദർശനത്തെ കൊണ്ട് കുറിച്ച് ചിന്തിക്കുന്ന എവിടെയാ? ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ
ദൈവാത്മാവിന്റെ ശബ്ദം ഹൃദയം കേൾക്കും. പിടികിട്ടിയോ? ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ? നിങ്ങളൊരു ദർശനം കണ്ടിട്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, അതിനെക്കുറിച്ച് ദൈവത്തോട് ചോദിക്കുമ്പോ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ? ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കണേ, ഈ നമ്മൾ ഉറക്കാതെയും മരുന്നിന്റെയും മറ്റുള്ളതിന്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് രാത്രി ഇരുന്ന് പല കാര്യങ്ങൾ കണ്ടിട്ട് രാവിലെ എഴുതിട്ട് ഇന്നലെ രാത്രി ഇന്ന കാര്യങ്ങൾ കണ്ടു, അയ്യോ അത് ഭയങ്കര ദർശനമായിരുന്നു. അല്ല, ആദ്യം ഇത് കണ്ട ഹൃദയത്തിലെ പരിശുദ്ധാത്മാവിന്റെ കർത്താവെ ഇത് വെളിപ്പെടുത്തി തരണം, ഇത് വെളിപ്പെടുത്തി തരണം. എന്റെ ഹൃദയത്തിൽ വെളിപ്പെട്ടത് ഇത് ചിന്തിക്കും. ഇത് ശ്രദ്ധിച്ചേ, ഇത് കണ്ടാൽ ഇത് ചിന്തിക്കും. ഇത് ആത്മീയന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, പ്രാകൃതി നിന്നിട്ട് ഒരു പങ്കുമില്ല. ആത്മീയന്റെ കാര്യം പറയുന്നേ, ശ്രദ്ധിക്കണം. അവൻ എന്താണ് കേട്ടത്? അവൻ കണ്ട കാഴ്ചയെ കുറിച്ച് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇത് എന്തായിരിക്കും ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ശബ്ദം പുറത്തുനിന്ന് കേട്ട് രണ്ടുപേരും വന്ന് പത്രോസിനെ കുറിച്ച് ചോദിക്കുന്നത് കേട്ടു. അപ്പൊ ഒരു കാര്യമുണ്ട്, ആത്മാവ് ഹൃദയത്തിൽ സംസാരിച്ചില്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നറിയാവോ? എന്നാ സംഭവിക്കുന്നത്? ഞാൻ പറയാം എന്നാ സംഭവിക്കുന്നുള്ളത്. വന്നു നിൽക്കുന്ന കൊർന്നല്യോസിന്റെ ആളുകളോട് പറയുന്ന എന്നായിരിക്കും അറിയാവോ? അതെ, ഞാനൊരു ദർശനം കണ്ടു, എനിക്ക് അതിന് ഉത്തരവില്ല, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ പറയാം അവരോട് ഇപ്പൊ പറഞ്ഞു വിട്ടേക്ക്, ഇപ്പൊ എനിക്ക് സമയമില്ല, എനിക്കിപ്പോ വ്യക്തമായ ഒരു ആലോചന കിട്ടിയിട്ടില്ല. അപ്പൊ എന്താ വിഷയം? പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അതിന്റെ പൊരുളുകൾ വെളിപ്പെടുത്തും. നിന്റെ ശരീരത്തിന്റെ ക്ഷീണം കൊണ്ട് കണ്ടതാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയും നിന്റെ ശരീരത്തിന്റെ ക്ഷീണം കൊണ്ട് കണ്ടതാണ്. നിന്റെ ജഡത്തിൽ അല്ല മറ്റെന്തെങ്കിലും മാനസിക സംഘർഷം കൊണ്ട് നീ ഉറക്കത്തിൽ എന്തെങ്കിലും ഒരു അസാധാരണ കാഴ്ച കണ്ടാൽ നിന്റെ ഹൃദയത്തിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരും. ഇതിന്റെ ക്ഷീണം കൊണ്ട് നീ കണ്ടതാണ്, അതിൽ അർത്ഥമില്ലെന്നുള്ള കാര്യം വെളിപ്പെടുത്തും. മനസ്സിലാകുന്നുണ്ട്? ചിലര് കണ്ണടയ്ക്കുമ്പോഴേ ദർശനം കണ്ടു എന്ന് പറഞ്ഞു ചാടും. ഇവര് മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ഹൃദയത്തിലിരുന്ന് പത്രോസിന് വെളിപ്പെടുത്തിയതുപോലെ നീ അവരോടുകൂടെ പോകുക, ഞാൻ അവരെ അയച്ചതാകുന്നു എന്ന് പറയുന്നൊരു ശബ്ദം കേൾക്കാത്ത ഏതെങ്കിലും വ്യക്തികൾ നാളുകളായിട്ട് സ്നാനപ്പെട്ട് സഭയ്ക്കകത്തുണ്ടെങ്കിൽ അവനാണ് പ്രാകൃതൻ. മനസ്സിലായോ? വളരെ സൂക്ഷിക്കണം. അപ്പോൾ ശ്രദ്ധിക്കേ, അവിടെ പത്രോസ് ആ ദർശനം കണ്ടു, ദർശനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ, ദർശനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന ഈ വ്യക്തി വിശപ്പ് മറന്നുപോയെന്നാ തോന്നുന്നു. വിശപ്പിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ? അരയ്ക്ക് ഉണർന്ന ഉടനെ അതാ ചിന്തിച്ചത്. അപ്പൊ എന്തോ ഫിസിക്കലി ആ വ്യക്തിക്ക് പെട്ടെന്നൊരു മാറ്റം വന്നു. ആ മാറ്റത്തിൽ തന്നെ ദൈവശബ്ദം ആ വ്യക്തി കേൾക്കാൻ ഇടയായി തീർന്നു. അല്ലേ? അങ്ങനെയല്ലേ വചനം പറയുന്നേ? ഒന്ന് വായിച്ചു തീർത്ത്. പത്രോസ് ദർശനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട് 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു. കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കണം. ഈ സമയത്ത് പത്രോസ് വീടിന് അവിടെ വെൺമാടത്തിലിരിക്കുന്ന പത്രോസ് ഈ 3 വ്യക്തികളെ കണ്ടിട്ടില്ല. ശ്രദ്ധിക്കണം, ഈ വ്യക്തികളെ മുഖാമുഖം കണ്ടിട്ടില്ല. ആത്മാവ് അവന്റെ ഹൃദയത്തിൽ പറഞ്ഞു 3 വ്യക്തികൾ, 3 സംഖ്യയിൽ 3 പേര് പുറത്ത് നിപ്പുണ്ട്. ഇതെങ്ങനെ കൃത്യമാകും? ഇത് ദൈവാത്മാവ് ദർശനം കാണിച്ചാണെങ്കിൽ ദൈവാത്മാവ് തുടർന്നുള്ള കാര്യം ചെയ്തിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ കലങ്ങേണ്ട കാര്യമില്ല. ആത്മീകനാണോ നീ സകലത്തെ വിവേചിക്കുന്നവനാണോ നീ ഭാരപ്പെടേണ്ട. കർത്താവ് ആരംഭിച്ചത് തുടർന്ന് കൊണ്ടുപോകാൻ കർത്താവ് ശക്തനാണ്. നീ അവന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് താണിരിക്കണം. കരങ്ങൾ മാതൃപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. 3 പുരുഷന്മാർ ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നാളുകളായി ദൈവാത്മാവുമായിട്ടൊരു ബന്ധമുണ്ട്, പത്രോസിന് ബന്ധമുണ്ട്. അല്ലാതെ ഇത് കേൾക്കില്ലെന്ന്, ഇത് കേൾക്കില്ല. ഇന്ന് അനേകരുടെ പരാജയത്തിന് കാരണം എന്നാണെന്നറിയോ? കേൾക്കണേ, ഇവിടെയൊക്കെ കേൾക്കണം. കാരണം ചിലർക്ക് ഈ ദൈവാത്മാവിന്റെ ആലോചന എന്നാന്നൊന്നും അറിയില്ല. അവര് പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് ഇന്ന് ഇന്ന വഴിക്ക് പോകണം, ഇന്ന ഇടത്ത് പോകണം, നിന്റെ കയ്യിൽ ഏൽപ്പിക്കണം, നീ അത്ഭുതം പ്രവർത്തിക്കണം, പോവുക. അതല്ല വേണ്ടത്. പിന്നെ എന്താ വേണ്ടത്? കർത്താവേ, പരിശുദ്ധാത്മാവേ, നിന്റെ കരത്തിലേക്ക് എന്റെ വഴികളെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് ആരുടെ മേലും ഉത്തരവാദിത്വം വെക്കാനില്ല. അഭിഷേകം പ്രാപിച്ചവനാണോ നീ, ദൈവസന്നിധിയിൽ നിന്റെ ഭാരം പകർന്ന് ദൈവശബ്ദത്തിനായിട്ട് കാത്തിരിക്കണം. ഇത് സംഭവിക്കുന്നത് ആത്മീയരുടെ ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ എണ്ണം കുറവാ. പ്രാകൃതന്റെയും ജഡീകന്റെയും എണ്ണം കൂടുതലായതുകൊണ്ട് അവർക്കാർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സഭയ്ക്കകത്ത് സംഭവിച്ച ഒരു വലിയ വിഷയം, ആത്മീയരുടെ എണ്ണം കുറഞ്ഞു, പ്രാകൃതരുടെയും ജഡികളുടെ എണ്ണം വളരെ വർദ്ധിച്ചു.
ഹല്ലേലൂയ. അവരെന്ത് കേട്ടിട്ട് പോകുന്നതാണെന്ന് അറിയാൻ മേല. പത്രോസിനെ കുറിച്ച് ഞാൻ ഈ വിഷയം പറഞ്ഞാൽ, പത്രോസിനെ കുറിച്ച് ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ഉള്ളവനെ കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ദൈവാത്മാവ് വസിക്കുന്നവനെ കൊണ്ട് മാത്രമേ ദൈവത്തിന് വൻ കാര്യങ്ങളെ ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ആർക്കും പറ്റത്തില്ല. വെറും ചെടികളെ കൊണ്ട് ഒന്നും സാധിക്കുന്നില്ല. കാര്യം അവരെ എന്നും എടുത്തോണ്ട് നടക്കുക. കാഹളധ്വനി വരെയും ആത്മീകൻ പ്രാകൃതനെയും ജഡികനെയും പ്രാർത്ഥിച്ച് നടത്തിക്കൊണ്ടിരിക്കും. കാഹളധ്വനിയെങ്കിൽ അവൻ അക്കരനാട്ടിൽ പോവും. ആര്? ആത്മീകൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, വ്യക്തമായി 3 വ്യക്തികൾ പുറത്തു നിൽപ്പുണ്ടെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായി. അതിന് ഉത്തരവ് എവിടെ കിടക്കുന്നത്? നമ്മൾ വായിച്ച 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ അകത്ത് അതിന്റെ 14-ാം വാക്യം എന്താ വായിക്കുന്നത്? എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വം ആകുന്നു. എന്നാൽ പത്രോസ് ആത്മീകനായതുകൊണ്ട് ദൈവാത്മാവിന്റെ വചനം, ദൈവാത്മാവിന്റെ ശക്തി, വചനം ആ വ്യക്തിക്ക് ദൈവശക്തിയായി തീർന്നു. പത്രോസിന് ദൈവശക്തിയായി തീർന്നു. എന്നാൽ പ്രാകൃത മനുഷ്യരാരും ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കില്ല. അവരാണ് പോയി ക്യൂ നിന്ന് പ്രാർത്ഥനയ്ക്ക് ആലോചന കേൾക്കാൻ നിൽക്കുന്നത്. കാരണം എന്നാ? അവര് സ്നാനപ്പെട്ടിട്ട് ഇത്രയും നാളായിട്ട് ദൈവസന്നിധിയിലേക്ക് ഇതുവരെയും വന്നിട്ടില്ല. ഇത് കൊരിന്ത് സഭയോട് പറയണമെന്നുണ്ടെങ്കിൽ സഭയ്ക്കകത്ത് ഒത്തിരി പ്രാകൃതരും ഒത്തിരി ജഡീകരും ഇരിപ്പുണ്ട്. അതാണ് കൊരിന്ത് സഭയുടെ പരാജയ കാരണം. ഇത് അവിടെ കൊരിന്ത് സഭയ്ക്ക് പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ലെന്ന് പറയണമെന്നുണ്ടെങ്കിൽ പത്രോസിനെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അളവിയ ദൈവാത്മാവിനാൽ പത്രോസ് നടത്തപ്പെടും. അളവി അവിടെ മറ്റൊരു പത്രോസ് ഇരിപ്പുണ്ട്. എവിടെ? മറ്റൊരു ശീമോൻ അവിടെ ഇരിപ്പുണ്ട്. കടൽക്കരയിൽ മറ്റൊരു ശീമോന്റെ വീട്ടിൽ മറുപേരുള്ള സ്തോത്രം ഹല്ലേലൂയ, പത്രോസിന് മറുപേരുള്ള ശീമോൻ അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ സ്തോത്രം വിളിയില്ലാത്തൊരു ശീമോൻ ഇരിപ്പുണ്ട്, വിളിയുള്ളൊരു ശീമോനും ഇരിപ്പുണ്ട്. എവിടെ? കടൽക്കരയില്. ശ്രദ്ധിച്ചോണം കേട്ടോ, വിളിയുള്ളവനെ ദൈവം കൊണ്ടുപോകും. ദൈവശബ്ദം കേൾക്കാത്തവരൊക്കെ അവിടെ കിടക്കുള്ളൂ. കാര്യം ദൈവശബ്ദം കേൾക്കേണ്ടത് വ്യക്തിപരമാണ്. കർത്താവിന്റെ ദൈവഹിതമാണോ എന്ന് ചോദിക്കണം. നിങ്ങളൊരു കാര്യം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങള് വിവേചിച്ചു മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവന്റെ മുമ്പിലാ ദൈവം ചില വ്യക്തികളെ അയക്കത്തുള്ളൂ, ചില സാഹചര്യങ്ങളെ അയക്കത്തുള്ളൂ. ഇതിപ്പോ വിവേചിച്ച് കാര്യം ഗ്രഹിക്കുമെന്ന് പരിശുദ്ധാത്മാവിന് അറിയാവുന്ന, സ്വർഗത്തിലെ ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ചില വ്യക്തികളെ, സാഹചര്യങ്ങളെ, ദർശനങ്ങളെയൊക്കെ കൊടുത്ത് അവനെ നടത്തുന്നത്. ശ്രദ്ധിച്ചോ? അത് ആ ആത്മീകരെ ചുറ്റിപ്പറ്റി മാത്രം നടക്കുന്ന കാര്യമാ. അവിടെ മറ്റൊരു ഹല്ലേലൂയ തോൽക്കൊല്ലരായ ശീമോൻ അവിടെ കിടപ്പുണ്ട് കടൽക്കരയില്. നിങ്ങൾ ഇവിടെ ആണോ? ആരും ഇവിടെ ഇല്ലല്ലോ. എന്നാ പറ്റിയേ? തോൽക്കൊല്ലനായ ശീമോൻ കടൽക്കരയിൽ കിടപ്പുണ്ട്. അവനെ അല്ല കൊർന്നല്യോസിന്റെ ആളുകൾ ഒന്ന് വിളിച്ചേ, ആണോ? അതെന്നാ? അവൻ പോയാലും അവന്റെ പേരും സ്തോത്രം, അവന്റെ പേരും എന്താ? ശീമോൻ എന്നല്ലേ? അവന്റെ പേരും പത്രോസ് എന്നോ? അല്ലേ? അവിടെ അവൻ പോയി പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കുമോ? നടക്കത്തില്ല. വിളിയുള്ളവൻ പേരൊന്നാണെങ്കിലും വിളി വേറെയാ. മനസ്സിലായി? ഒരു വീട്ടിൽ കിടന്നാലും ആത്മാവുള്ളവരെ ദൈവം കൊണ്ടുപോകത്തുള്ളൂ. ആ വീട്ടിൽ പല പേര് പറഞ്ഞുകൊണ്ട് പത്രോസിന് വെള്ളം കൊടുത്തുന്നു, പത്രോസിന് അരിവായി മേടിച്ചു കൊടുത്തുന്നു, അളവ് കഞ്ഞി വെച്ച് കൊടുത്തുന്നു, തുണി കഴുകി കൊടുത്തു. ഇതൊന്നും കൊണ്ട് സ്വർഗരാജ്യം കിടക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ദൈവശബ്ദം വ്യക്തിപരമായി കേട്ടിരിക്കണം. ദൈവശബ്ദം വ്യക്തിപരമായി കേട്ടിരിക്കണം. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, പത്രോസ് ഇവിടെ കേട്ടു. എന്താ? 2-3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു. ഇനി എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോകുക എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കണം, ഈ ശബ്ദം കേൾക്കുന്നതാരാ? ആത്മീയനെ കേൾക്കുള്ളൂ. അവൻ അങ്ങനെ ആ ദൈവശബ്ദം കേട്ടിട്ടുള്ളവൻ മാത്രമാണ് കാഹള ശബ്ദവും കേൾക്കുകയുള്ളൂ. മനസ്സിലായുള്ളൂ? ഇത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിരുന്നിട്ട് ഒന്നും കേട്ടില്ല, ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ കൊട്ട കണക്കിന് അങ്ങോട്ട് വിഷയമിട്ട് എന്തെങ്കിലും കേട്ടോ, എന്തെങ്കിലും ദൈവാത്മ സംസാരിച്ചു? ഒന്നുമില്ല. അത് സ്പെഷ്യലിസ്റ്റ് പ്രവാചകൻ പറയണം. നിങ്ങൾ കൈവിടപ്പെട്ടു പോകും കേട്ടോ. അതിന്റെ അപകടം മനസ്സിലാക്കണം. കൈവിടപ്പെട്ടു പോകും. നിങ്ങൾ ആരുടെ ചൂട് പറ്റി നടന്നാലും ശരി, പത്രോസിനെ പോലെ ആത്മീകർ കാവളതിനെ നിങ്ങൾ എടുക്കപ്പെടും. അപകടം മനസ്സിലാക്കണം. ഈ പ്രാകൃതന്റെ ചിന്ത എന്നാന്നറിയോ? അത് സാരമില്ല, അവരിവിടെ കാണും. അവർ വിശ്വസിക്കുന്നില്ല.
നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ വായിച്ച കൊരിന്ത്യ ലേഖനത്തിന്റെ നമ്മൾ കണ്ട 2-ാം അധ്യായം 14-ാം വാക്യം, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ലെന്നുള്ള വാക്യം കേട്ടോ. ഇവരെപ്പോഴും കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞ ഇവർക്കൊരു രസമാണ് ഇത്. ഒരു ഭയങ്കര ഉത്സാഹവും ഒരു ഭയങ്കര രസവും ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു പ്രത്യേക പൊളപ്പേ ഉള്ളൂ. ഇവന് കാര്യങ്ങൾ അകത്ത് കത്തിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അവരെല്ലാം കൈവിടപ്പെട്ടു പോകും. ഇത് കേൾക്കുമ്പോഴും കൈയടിച്ച് നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെ കീ കൊടുക്കുമ്പോ ഇങ്ങനെ കൈയടിച്ചോണ്ടിരിക്കുന്ന പാവ കണ്ടിട്ടില്ല, പടപട പടപട. അതുപോലെ അത് ചിലപ്പോ പിള്ളേരുടെ രൂപമുള്ള പാവുണ്ട്, കൊരങ്ങിന്റെ രൂപമുള്ള പാവുണ്ട് അല്ലെ. കൊരങ്ങും കൈയടിക്കുന്നു, കൊച്ചു കൈയടിക്കുന്ന പോലെ തന്നെയാ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇതിൻ്റെ അകത്ത്. കേൾക്കുന്നെല്ലാം കേട്ട് കൈയടിച്ചോണ്ടിരിക്കും. സ്വഭാവം നോക്കിയാലും ഇതുപോലെ തന്നെ. ഈ 2 പാവകൾ പോലെ വ്യത്യാസമുണ്ട് രണ്ടിനും. വായിച്ചേ. കൈക്കൊള്ളുന്നില്ല. അതായത് ഈ പ്രാകൃത മനുഷ്യർ ഒരിക്കലും അവരുടെ ഹൃദയം ദൈവത്തിലേക്ക് തുറന്നിട്ടില്ല. എന്താ ചെയ്യുന്നത്? ഇവര് ബുദ്ധി കൊണ്ട് ദൈവത്തെ കാണും, കുറെ വാക്യങ്ങൾ കാണാതെ പഠിക്കും, കുറെ സ്തോത്രം പറഞ്ഞു നോക്കും. ഇതൊക്കെ ഇവർക്ക് പറ്റുള്ളൂ. ഇവര് ഹൃദയം തുറക്കുകയാണ് വേണ്ടത്. അതാ ഒരിക്കലും അവർ ചെയ്യില്ല. അവര് ഹൃദയം ദൈവത്തിലേക്ക് തുറക്കത്തില്ല. അവരുടെ മനസ്സിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് ഹൃദയം തുറന്ന് ദൈവത്തിലേക്ക് വരത്തില്ല. ഇവര് ദൈവത്തെ കാണുന്നത് ഇവരുടെ ഹൃദയത്തിൽ എപ്പോഴും, ഈ പ്രാകൃതരുടെ ഹൃദയം എപ്പോഴായാലും ഈ ഉള്ളിലൊരു വിഗ്രഹം ഇരിപ്പുണ്ട്. ഈ വിഗ്രഹാരാധന പ്രത്യേകത എന്താ പറയുക? എല്ലാം അങ്ങോട്ട് പറഞ്ഞാൽ അത് ഇങ്ങോട്ടൊന്നും കേൾക്കണ്ട. അതാണ് വിഗ്രഹാരാധന പ്രത്യേകത. നമ്മളുടെ ക്രിസ്തു മാർഗത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ക്രിസ്തു മാർഗത്തിൽ ആത്മീകനാണോ അവന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നീ ചോദിക്കുന്നതിനും മറുപടി പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതാണ് മാർഗവും മതവും തമ്മിലുള്ള വ്യത്യാസം. അനുഭവം മാർഗക്കാരനുള്ളതാണ്. മാർഗത്തിലിരിക്കുന്നവൻ ജീവനുള്ള ദൈവത്തെ അനുഭവിച്ചും രുചിച്ചു പറയും. മറ്റുള്ളവൻ കേട്ട് കേൾവിയും മറ്റുള്ളവർ പറയുന്നതും കേട്ട് അതിന്റെ പുറകെ നടക്കുകയുള്ളൂ. ഇന്ന് അനേകർ പെന്തക്കോസ്തിന്റെ അകത്ത് ദൈവാത്മാവിന്റെ ഇടപെടൽ വ്യക്തിപരമായിട്ടില്ലാതെ, ദൈവമായിട്ട് ഹൃദയങ്ങളുമായിട്ടൊരു ബന്ധമില്ലാതെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആരുടെയെങ്കിലും പ്രാർത്ഥനയുടെയും ആരുടെയെങ്കിലും ഉപവാസത്തിന്റെയും വളരെ ചൂടുപറ്റി മാത്രം സ്തോത്രം പറഞ്ഞ് മുമ്പോട്ട് പോകുന്നവർ. അവർക്ക് എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും സെറ്റിലാകണം. ഇപ്പൊ എല്ലാം സെറ്റിലാകുന്നുണ്ട്. കർത്താവ് എല്ലാം എല്ലാം കൂരെയും മറിച്ചിട്ട് വിട്ടുപൊക്കോളാൻ പറഞ്ഞേക്കുക. കാര്യം കുറെ നാളാ ദൈവത്തെ കളിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ചിലരൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത് എങ്ങനെ വാസ്തവ എങ്ങനെയും പ്രാർത്ഥിച്ച് അതിനൊരു ജോലി കിട്ടണേ എന്ന് പറഞ്ഞുകൊണ്ട് പോയി കിടക്കുക. വർഷങ്ങളായിട്ട് ഒരു സാധ്യതയില്ല. നീ പോയി കിടക്കുന്നത് മനസ്സിലാക്കണം, തർസോസില, നിനവേലല്ല. മനസ്സിലാവുന്നുണ്ടോ? നീ ദൈവശബ്ദം കേൾക്ക. നീ ഇതെന്നാന്നറിയോ? കുറെ പേര് തർസോസിൽ പോയി കിടക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക, കർത്താവ് എന്നോട് സംസാരിക്കണം. ഞാൻ ഇവിടെ വരെ മുടക്കി കൊണ്ടുവന്ന പ്ലെയിൻ ടിക്കറ്റും ബാക്കി വിസാടെ എല്ലാം ചെലവ് ഒത്തിരി ഉണ്ട് കർത്താവ്, അതുകൊണ്ട് നീ സംസാരിക്കണം. നിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റും വിസയൊന്നും ദൈവത്തിന് കാണണ്ട. നീ സ്വർഗത്തിൽ പോകുന്നുണ്ടോ? ഇതാണ് ചോദ്യം എന്ന് പറഞ്ഞാൽ. അനേകർക്കത് വിഷയമല്ല. അതിലെ കർത്താവിനെ കളിപ്പിച്ചു പോയ ഒത്തിരി പേരുണ്ട്. അത് ഇന്നുമുണ്ട്. ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയോട് ചോദിച്ചൊരു കാര്യമാണ്. ആ വ്യക്തി സ്വതന്ത്രം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ജോലി കിട്ടിയിട്ടില്ല, പ്രാർത്ഥിക്കണം. ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഈ വ്യക്തിക്ക് ദൈവത്തിന്റെ ആത്മാവ് ഈ വ്യക്തിയെ വേലക്കായിട്ട് വേർതിരിച്ച് ഈ വ്യക്തിയോട് സംസാരിച്ച, പക്ഷെ ഈ വ്യക്തി കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെ ദൈവാത്മാവ് ഇങ്ങനെ വേലക്കായിട്ട് വേർതിരിച്ച് നിങ്ങളോട് സംസാരിച്ചതാണോ? നിങ്ങളെ വേലക്കായിട്ട് വേർതിരിച്ചതാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതേന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ പ്രസംഗിക്കും. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ആ വേല ചെയ്തു? ഇല്ല. എന്നാ കാര്യം? ഒത്തിരി ബാധ്യതകളുണ്ട് പാസ്റ്റേ, കുറെ കഷ്ടപ്പാടുകളുണ്ട് പാസ്റ്റേ എന്ന്. ഇപ്പൊ എല്ലാം തീരുന്ന ലക്ഷണമാണ് കണ്ടിട്ട്. കാരണം മനസ്സിലാക്കണം, കർത്താവിനെ കളിപ്പിക്കരുത്. ആളുകൾ കർത്താവിനെ കളിപ്പിക്കരുത്. കർത്താവ് തിരിച്ചൊരു പണി തന്നാൽ തീർന്നു. സ്വതന്ത്രം മനസ്സിലാക്കണമെങ്കിൽ യോന എന്നാ ചെയ്തെന്ന്, യോന പോയി പടകിന്റെ അതിന്റെ ഏറ്റവും അടിയിൽ പോയി കിടന്നു, അല്ലേ? ചുരുണ്ട് കിടന്നു. നല്ല ഉറക്കവാ. അവനോട് ദൂത് കേട്ട നാള് മുതൽ അവൻ ഉറക്കമില്ല. ഇപ്പൊ അവന് നല്ല ഉറക്കവാ. അവന്റെ ഉറക്കം ആരംഭിച്ചപ്പോ കപ്പലിലുള്ളവരുടെ ഉറക്കം പോയി. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ വിളിയുള്ളവനെ മറ്റു സ്ഥലങ്ങളിൽ ചെന്നാലേ അവിടെ ഇരിക്കുന്ന രാജ്യത്തിന്റെ പരമ പൗരന്മാർക്ക് ഉറക്കം ഉണ്ടാകാത്ത സംഭവങ്ങൾ നടക്കും. മനസ്സിലാവുന്നുണ്ടോ? ചെന്ന് കയറുന്നിടത്ത് അനേകരുടെ ഉറക്കം പോകും.
ഞാനിത് യോനയുടെ കാര്യമാണ് പറയുന്നത്. നമുക്ക് യോനയുടെ കാര്യമാണ് പറയുന്നത്, നല്ലപോലെ മനസ്സിലായല്ലോ അല്ലേ? യോനയുടെ കാര്യമാണ് പറയുന്നത്. യോന ചെന്നപ്പോ സ്വസ്ഥത വന്നോ? എന്നെ വളരെ ചിന്തിച്ചൊരു കാര്യമേ, ഈ വിഷയം വന്നപ്പോ ഈ പടകിലിരുന്നവര്, കപ്പലിലിരുന്നവര് ആദ്യം ചോദിച്ചത്, നീ ഏത് നാട്ടുകാര്, നീ ഏത് ദൈവത്തെ സേവിക്കുന്നു എന്ന്. കപ്പലെ കയറിയിരിക്കുന്നവൻ കേൾക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കുറെ ചോദ്യങ്ങൾ. നിന്റെ ദൈവം ഏതാണ്? നിന്റെ ദൈവം ഏതാണ്? ഹല്ലേലൂയ! നിന്റെ ദൈവം ഏതാന്നുള്ളത് സ്തോത്രം ദൈവം ചോദിക്കുന്ന ഒരു സമയമുണ്ട്. പിടികിട്ടിയോ? കർത്താവ് ചോദിക്കുന്ന ഒരു സമയമുണ്ട്, നിന്റെ ദൈവം ഏതാണ്? ഹല്ലേലൂയ! അവിടെ നമുക്കൊന്ന് എടുത്തേ, എന്തോ അങ്ങോട്ടൊക്കെ കയറിപ്പോകുന്നേ. സ്തോത്രം. ഹല്ലേലൂയ! യോന ചെറിയ പ്രവാചകന്മാരാണ്. ഹല്ലേലൂയ! യോന സ്തോത്രം. ഹല്ലേലൂയ! ഒബദ്യാവ് കഴിഞ്ഞാണ് യോന. സ്തോത്രം. ഹല്ലേലൂയ! സ്തോത്രം. മീഖായ്ക്ക് മുമ്പ് യോന പ്രവാചകന്റെ കാര്യം നമ്മൾ വായിക്കുമ്പോ അതിന്റെ 1-ാം അധ്യായത്തില് സ്തോത്രം അതിന്റെ 1-ന്റെ 6-ാം വാക്യം മുതൽ വായിച്ചേ. കാലിലൂടെ ചുമ്മാ ഒന്ന് പോവാം. 1-ന്റെ 6. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. അതിന് തൊട്ട് സ്വത്രം അതിന്റെ തൊട്ട് പുറമെ യഹോവയോ സ്വത്രം വായിച്ചോ ആ വാക്യം തന്നെ വായിച്ചോ. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ദൈവത്തെ കളിപ്പിച്ചവർക്ക് വരുന്ന അബദ്ധം എന്നാണെന്നറിയാവോ? അവൻ പ്രാർത്ഥിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. ദൈവത്തെ നിന്ന് ഓടിപ്പോകുന്നവൻ ചെന്നെത്തുന്ന എവിടാന്നറിയാവോ? ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട സാഹചര്യത്തിൽ അവരെത്തും. അവൻ ചിന്തിക്കുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാ, ഞാൻ ദൈവത്തെ കളിപ്പിച്ചാൽ ഇപ്പൊ ആരറിയാനാ? അതാണ് അവന്റെ ചിന്ത, അവന്റെ ചെറിയ ചിന്ത. ഈ മനസ്സിലാക്കണേ, വിളിയുള്ളവന്റെ വിഷയം ഇതാണ്. അവൻ സ്തോത്രം ദൈവത്തെ കളിപ്പിച്ച് ഓടിക്കഴിഞ്ഞാൽ അവൻ അവസാനം ചിന്തിച്ച ഈ കളിപ്പിച്ചിട്ട് വഴി തുറക്കാതിരിക്കുമ്പോ പ്രാർത്ഥനയ്ക്കാ വരുന്നത്. അല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, നടക്കട്ടെ എന്ന് പറഞ്ഞോണ്ടല്ല ഇരിക്കുന്നത്. ആദ്യം പ്രാർത്ഥിക്കുകയാണ്. അവൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? കർത്താവേ, വേറെ ഒരു വഴി തുറന്ന് എനിക്ക് കാര്യങ്ങൾക്കൊരു നീക്കുപോക്കണം. അങ്ങനെ വേറെ ഒരു വഴി. അപ്പൊ ഇന്ത്യയിൽ ഒരു ദൈവം, ചേരുന്ന രാജ്യത്ത് വേറൊരു ദൈവം, അല്ലേ? യോനയുടെ വീട്ടിലൊരു ദൈവം, യോന പടകിൽ കയറുമ്പോ മറ്റൊരു ദൈവം. ഈ ചിന്തയൊക്കെ ഉള്ളവനെ ദൈവം പിടിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഈ ചിന്തയുള്ളവനെ എല്ലാം പിടിക്കും. അവിടെ നിൽക്കുമ്പോ ദൈവം എന്നോട് സംസാരിച്ചെങ്കിൽ ഞാൻ ഇവിടെ വന്ന് നാളുകൾ കഴിഞ്ഞപ്പോ ദൈവം വേറെ രീതി സംസാരിക്കണം. വേറെ രീതി സംസാരിക്കുന്ന ആത്മാവുണ്ട്. അത് ആ ആത്മാവ് നിന്റെ ചുറ്റിച്ചിത്രം എത്തിച്ചത്. നീ ഇപ്പോഴാണ് മറ്റൊന്നിനു വേണ്ടി ആഗ്രഹിക്കുന്നത്. നീ വഴി തെറ്റി അന്ന് മുതൽ നിന്നെ കൊണ്ടുവന്നത് വേറെ സ്പിരിറ്റാന്നുള്ളത് വചനം പഠിച്ചാലേ അറിയത്തുള്ളൂ. കർത്താവിനെ കളിപ്പിച്ചിട്ട് നീ വെച്ച ഓരോ സ്റ്റെപ്പിലും നിന്നെ വഴി തെറ്റിച്ചോണ്ട് പോകാൻ ദൈവത്തിൽ നിന്ന് തന്നെ മറ്റൊരാത്മാവ് വന്നിട്ടുണ്ട്. നീ കുഴയും. നീ അവസാനം ചോദിക്കും, കർത്താവെ ഞാൻ എന്തു വേണ്ടു? ഇത്രയും ചെയ്തൊക്കെ മറന്നുപോയല്ലേ? അതായത് ഇവൻ പ്രതീക്ഷിക്കുന്ന ദൈവശബ്ദം എന്താണെന്നറിയാമോ? താൻ ചെയ്ത കുറ്റങ്ങളൊന്നും വെളിപ്പെടാത്തൊരു ദൈവശബ്ദമാണ് പ്രതീക്ഷിക്കുന്നത്. യോനയുടെ സ്വഭാവമാണ്, ഇതുവരെ താൻ ചെയ്ത തെറ്റൊന്നും വെളിപ്പെടരുത്. ഇത് പുതിയൊരു ദൈവാലോചന, പുതിയൊരു ദൈവശബ്ദം. ഈ മനസ്സിലാക്കണം, ഈ കുടുംബത്തിന്റെ അകത്തൊക്കെ ഈ വിളച്ചിൽ കാണിച്ച് സഭായോഗം മുടക്കി ജീവിത വഴിതെറ്റിപ്പോയവരൊക്കെ ഉണ്ട്. അവരൊരു സഭയ്ക്കകത്ത് കിടക്കുമ്പോൾ വഴിതെറ്റി, അത് മറക്കാൻ അവൻ അടുത്ത സഭയ്ക്കകത്തേക്ക് ചാടും. അവിടെ പോയി കിടന്നിട്ട് പുതിയ മുഖം കാണിക്കും. എന്നിട്ട് ഇവൻ പുതിയ കള്ളങ്ങൾ പറയും. പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ ഈ വിളച്ചിലുകളെല്ലാം കാണിച്ചു. പക്ഷെ ദൈവാത്മാവിന്റെ കൃപയുള്ളവന് വീണ്ടും ഇവന്റെ പഴയ വഴികളെല്ലാം വെളിപ്പെടുകയും ചെയ്യും. വീണ്ടും അവൻ അവിടെ നിന്ന് അടുത്തത് തവള ചാടുന്ന പോലെ അടുത്തിലേക്ക് ചാടും. അടുത്ത സഭയ്ക്കകത്ത് നിന്ന് പുതിയ കഥകൾ, പുതിയ കാര്യങ്ങൾ, പുതിയ വിഷയങ്ങൾ. ഈ അങ്ങനെ ചാടിപ്പോകുന്നവർ കുറെ ഓടി 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 ഊപ്പാട് വന്നു കഴിയുമ്പോഴാണ് അവരോട് നിന്റെ ദൈവ വേദനാന്ന് ചോദിക്കും, അല്ലേ? യോനായോട് ചോദിച്ച ചോദ്യം എന്താണ്? വായിച്ചേ. അവർ അവനോട്
ആരുടെ നിമിത്തം ഈ അനർത്ഥം? അല്ല, നമുക്ക് പുറകോട്ട് വായിക്കാം. അങ്ങോട്ടൊക്കെ നല്ല വളരെ ഒരു വാക്യം പുറകോട്ട് ഇപ്പൊ വായിച്ച വാക്യത്തിലേക്ക് വായിക്കാം. സ്വത്ത് കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ 6-ാം വാക്യം. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട് ഉറങ്ങുന്നത് എന്താ? കണ്ടു, ഒന്നാമത്തെ കാര്യം, എന്റെ സ്വസ്ഥത ഇപ്പൊ അനേകർക്ക് പ്രശ്നമാണ്. നീ സമാധാനം അനുഭവിക്കാനാണല്ലോ ചെന്നത്. എന്നിട്ട് നിനക്ക് സമാധാനം, നീ ഇവിടെ ഒന്ന് സമാധാനം, എടാ ഇവിടെ വരുന്നവർ സമാധാനം കണ്ടെത്തത്തില്ല. അതാണ് ദൈവത്തെ കളിപ്പിച്ച് ചെല്ലുന്നവന്റെ വിഷയം. നീ സമാധാനം കാണാനാ ചെല്ലുന്നെങ്കിൽ ആദ്യമേ നീ കേൾക്കുന്ന ദൂതനാണെന്നറിയാമോ? ഇവിടെ സമാധാനം എന്നുള്ള സംഭവേ ഇല്ല. നീ ഉറങ്ങുന്നതെന്ത്? അനേകര് മറ്റ് ദൈവാലോചന വിട്ട് ഓടുന്നവരെല്ലാം ഉറങ്ങാനും സമാധാനം കണ്ടെത്താനാ ചെല്ലുന്നത്. പക്ഷേ മകനെ, അവിടെയും ഇവിടെയും ദൈവം ഒരുവനേ ഉള്ളൂ. അത് മറന്നുപോയി. ഇവന്റെ വീട്ടിലൊരു ദൈവം, നാട്ടിലൊരു ദൈവം, കൂട്ടുകാരുടെ ഇടയിൽ ഒരു ദൈവം, കുടുംബാംഗങ്ങളുടെ ഇടയിൽ ഒരു ദൈവം. അങ്ങനെയല്ല നമ്മുടെ ദൈവം. നീ ദൈവത്തിന് വിട്ട് സ്റ്റെപ്പ് വെക്കുമ്പോഴേ നിന്നെ വഴിതെറ്റിക്കേണ്ടതിന് ദൈവം ചില പദ്ധതികൾ അവിടെ ഇടും. വായിച്ചേ. അവന്റെ അടുക്കൽ വന്ന് അവനോട് നീ ഉറങ്ങുന്നതെന്ത്? അതായത് ആത്മീകൻ ജഡികനായി കാണിക്കുകയാണ്. ഞാൻ ദൈവത്തിലൊക്കെ വിട്ടു കേട്ടോ, ഇനി എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, നീ എന്റെ പുറകെ വരികയേ വേണ്ടെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നവനെ പിടിക്കാൻ ദൈവത്തിനറിയാം. ദൈവം തന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തതാണോ അവനറിയാം വില തിരിച്ചു പിടിക്കാൻ. ആമേൻ. നീ മരണം വഴിയായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടിടത്ത് തന്റെ രക്തം മുഖാന്തരം പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചനം വന്നിട്ടാണ് നിനക്ക് ആയുസ്സും ആരോഗ്യം ഉണ്ടായത്. നീ അതിനു വേണ്ടി ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി നിൽക്കാതെ നിന്റെ സ്വന്തം വഴിക്ക് നീ പോകുമ്പോൾ ദൈവത്തിന് അറിയാടാ നിന്നെ മടക്കി കൊണ്ടുവരുവാൻ. വായിച്ചേ. എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ. അയ്യോ, ഞാൻ ഈ പ്രാർത്ഥനയും കൂട്ടായ്മയും വിടാനല്ലേ ഇങ്ങോട്ട്. ഇവിടെ വന്നപ്പോ ആ സാധനം ഇവിടെ ഇരിക്കുന്നു. ഞാൻ അവിടുന്ന് ചിന്തിച്ചത്, ഞാൻ ചെല്ലുന്ന പടകിന്റെ അകത്തൊന്നും ദൈവത്തെ വിളിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നല്ലേ. ഇവിടെ വന്നപ്പോ എല്ലാരും മുട്ടേ നിൽക്കുന്നു. അയ്യോ, ഞാനിൽ നിന്ന് രക്ഷപ്പെട്ടല്ലേ ഇവിടെ വന്ന് ഈ കാര്യം ചെയ്യാനോ? ഇതാണ് ദൈവം പിടിക്കുന്നത്. നിന്റെ എല്ലാ പിടിയും വിട്ടു കഴിയുമ്പോഴാണ് ദൈവം നിന്നെ പിടിക്കാൻ പോകുന്നത്. ആമേൻ. വായിച്ചേ. എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ. അയ്യോ ചേട്ടാ, എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ലെന്നേ എന്നോട് പറഞ്ഞത് കേൾക്കാതെ ഞാൻ ഓടിപ്പോന്നതല്ലേന്ന് എങ്ങാനും ആ ബസ് കപ്പൽ ഓടിക്കുന്നവരോട് പറഞ്ഞപ്പോഴേടാ, നശിച്ചവനെ നീ കാരണം ഇപ്പൊ എല്ലാവരും കൂടെ മുങ്ങാൻ പോവാ. ചേട്ടാ എന്നോട് ക്ഷമിക്കണം ചേട്ടാ, ഞാൻ ദൈവത്തെ കളിപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോന്നതാ ചേട്ടാ, അതുകൊണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ മാത്രം പറയല്ലേ ചേട്ടാ എന്ന് പറയുമ്പോ നീ നമ്മൾ ആരും പ്രാർത്ഥിക്കട്ടെ, നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ഈ സമുദ്രത്തിന്റെ അകത്ത് മുങ്ങാൻ പോവുകയെന്ന് പറയും അല്ലേ. അപ്പോ ബുദ്ധിയുള്ളവനൊരു കാര്യം മനസ്സിലായി, ഇവനാണ് പ്രശ്നം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നീ ദൈവത്തെ കളിപ്പിച്ചിട്ട് പോയവനാണോ? കയ്യിൽ വിചാരിച്ച് ചെല്ലുന്ന ദേശത്തൊക്കെ സുഖമായിട്ട് ജീവിക്കാന്ന്. പക്ഷെ കയ്യിനൊരു അടയാളം വെച്ച് ദൈവം ചെല്ലുന്നവനല്ല, ഇവൻ കയ്യിനാണ്. ഇങ്ങനെ ചില അടയാളങ്ങൾ വിവേചിക്കാൻ കൃപയുള്ളവന് ദൈവം കൊടുക്കും. വളച്ചിൽ ദൈവസന്നിധിയിൽ തെറ്റ് ചെയ്ത് ഓടിപ്പോകുന്നവനെ മറ്റുള്ളവൻ കൃത്യം നോട്ട് ചെയ്യത്തക്ക നിലവാരത്തിൽ ജാതികളുടെ കണ്ണുകളുടെ നടുവിലും അവൻ ചില നിയമങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഒരു കപ്പൽ ഉടമ അങ്ങനെ കണ്ടെങ്കിൽ നിന്റെ ദൈവത്തെ വിളിക്കാൻ പറയണമെന്നുണ്ടെങ്കിൽ നിസ്സാര കാര്യമല്ല അത്. വായിച്ചേ. എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ ഇവിടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന്. സ്തോത്രം. നമ്മളറിയ ഈ ചരിത്രം വായിച്ച് കുറച്ചങ്ങ് എഴുതുമ്പോ നിനവേലിരിക്കുന്ന ജനത്തെ കുറിച്ച് അവസാനത്തെ അധ്യായത്തിൽ കാണുന്നു. യോനയോട് പറയുന്നു, ഇടം കൈയും വലം കൈയും അറിയാത്ത ജനത്തോട് അവരോട് എനിക്ക് കരുണ തോന്നണ്ടേ. നിന്റെ ഒരു ആവണക്കൊരു പുഴു കുത്തിക്കളയപ്പോ നിനക്ക് അവനോട് അയ്യോഭാവം തോന്നിയെങ്കിൽ എനിക്ക് ഈ ഇടം കൈയും വലം കൈയും അറിയാത്ത ജനത്തെ കുറിച്ച് അയ്യോഭാവം തോന്നണ്ടയോ? യോനേന്ന് ചോദിക്കുമ്പോ ആദ്യമേ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാവിന്റെ വില, അവൻ ചെയ്യേണ്ട ഡ്യൂട്ടിയെ കുറിച്ചുള്ള അവബോധം ഒന്നും അറിയാത്തവന്റെ വായിന്ന് ദൂത് പോലെ കേൾക്കാനിടയായി തീരും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ. ചിലര് ദൈവത്തിൽ നിന്ന് വളരെയേറെ അകന്നു, പ്രാർത്ഥിക്കത്തു പോലുമില്ല. എന്നിട്ട് ഞായറാഴ്ച സഭാഗത്തിൽ ചത്തുപോയ കുഴിച്ചിടണ്ട, ഇതിനു വേണ്ടി മാത്രം ഒരു സഭ മെമ്പർഷിപ്പ് എടുത്ത് കിടക്കും. അങ്ങനെയുള്ളവരുണ്ട്.
ഒരു സഭയെ മെമ്പർഷിപ്പ് എടുത്ത് കിടക്കും. എന്താണ്? ചത്തുപോയ കുളിച്ചിട്ടുണ്ട് ഇല്ല, എന്നാ നാട്ടുകാരനാ വിചാരിക്കും. ശവപ്പെട്ടി കയറി ഇറങ്ങിയാൽ എന്ത് വിചാരിക്കുന്നു വിഷയമില്ല. ഇവൻ നഗ്നനായിട്ട് ഗന്ധഗന്ധ തീപ്പോയിൽ വീഴുന്നതിന് വിഷയമില്ല. ഇവന്റെ ആയുസ് ഇവൻ ദൈവസന്നിധിയിൽ നിൽക്കാതെ ഇവൻ കളങ്കവറ്റ് സകലരുടെ മുമ്പാകെ നിന്ന് ന്യായവിധിക്ക് ഹേതുവാകുമെന്ന് ഇവന് വിഷയമേ അല്ല. അത്തരത്തിൽ ധൈര്യമാണ് യോനായ്ക്ക് കിട്ടിയത്. ശ്രദ്ധിച്ചോ? ഒരു വല്ലാത്ത ധൈര്യം കിട്ടും കേട്ടോ. നമുക്ക് ലഭിക്കുന്ന ധൈര്യമെല്ലാം ദൈവത്തിൽ നിന്നല്ല. ആമേൻ. ചിലർക്ക് ലഭിക്കുന്ന ധൈര്യം അസാധാരണ ധൈര്യം, വചനവിരുദ്ധമായ കാര്യം ചെയ്യാൻ കിട്ടുന്ന ധൈര്യം, അനുസരണക്കേടിന്റെ ധൈര്യം, ഇതൊക്കെ കിട്ടുമ്പോൾ സൂക്ഷിച്ചോണം, എവിടെയോ വീണ് പോയിട്ടുണ്ട്. വായിച്ചാട്ടെ. ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു. അനന്തരം അവർ വരുവിൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിടുക എന്നും തമ്മിൽ തമ്മിൽ പറഞ്ഞു. ശ്രദ്ധിക്കണേ, അവിടെ ചെന്നിട്ട് രക്ഷപ്പെട്ടില്ല. ഇത് ആര്, ഏത് രാജ്യക്കാര് നിമിത്തം ഈ പ്രശ്നം ഈ രാജ്യത്ത് ഉണ്ടാകുന്നത്? നോക്കുമ്പോ പ്രശ്നം ഇങ്ങനെ പ്രത്യക്ഷമാകും. ദൈവം അത് പിടിക്കും. ആമേൻ. കർത്താവ് അത് പിടിക്കും. ദൈവത്തിന്റെ ഉദ്ദേശം യോന ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ പുറത്തു വരണം. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കണം. ഹല്ലേലൂയ. അത് പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ കപ്പൽ ഇളകും. നമ്മളാണെങ്കിലോ, നമ്മൾ കേരളത്തിൽ നിന്ന് പോയ ബന്ധക്കോസുകാർ ആരെങ്കിലും ആ കപ്പലുണ്ടെങ്കിലോ, നമുക്ക് ഈ കപ്പലിനെതിരായിട്ട് വാദിച്ചു പോരാടുന്ന പോരാട്ടത്തിനെതിരെ നമുക്ക് ഉണർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഐക്യമേ കൈപിടിച്ച് പ്രാർത്ഥിക്കാം. അല്ലേ? ഓരോരുത്തർ വരുമ്പോ യോന ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എന്തോന്ന് ഇതൊക്കെയാണ് കാണിക്കുന്നത്. അല്ലേ? നമ്മളെല്ലാരും കൈപിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പടകിനെ നമുക്ക് വഹിച്ച് പ്രാർത്ഥിക്കാം, കടലിനെ വഹിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന ആള് ഇങ്ങനെ അവർക്ക് വിവേചിക്കുക, കർത്താവെ ആരെ ഏൽപ്പിക്കും. ഇപ്പൊ പരിശുദ്ധാത്മാവ് അവർ വെളിപ്പെടുത്തി കൊടുത്തു. ഒരു കാര്യം, ഈ എന്നെ കളിപ്പിച്ചിട്ട് പോയില്ലേ യോന, അവന്റെ കൈ തന്നെ വടി കൊടുത്തേക്കാൻ പറയും. അപ്പൊ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. ഒന്ന് ഓർത്ത് വയ്ക്ക്, വരുന്ന ദുരന്തം എന്നാന്നുള്ളത്. ഞാൻ ദൈവത്തെ കളിപ്പിച്ചിട്ട് എങ്ങാനും രക്ഷപ്പെടാന്ന് വിചാരിക്കുമ്പോ ഇവിടെ വരുമ്പോ എന്നോട് ആ വിഷയത്തെ ഓർത്ത് തന്നെ പ്രാർത്ഥിക്കാൻ. എന്നാ പ്രാർത്ഥിക്കുന്ന വിഷയം? കടല് ശാന്തമാകുവാൻ, സമാധാനത്തോടെ കരയിൽ എത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ രണ്ടാമത്തെ പ്രാർത്ഥന വിഷയം, നമ്മളെ ഈ തൊട്ടടുത്തൊരു രാജ്യമുണ്ട്, എനിക്കറിയത്തില്ല അതിന്റെ ലൊക്കേഷൻ, എങ്കിലും ഞാൻ പറയാറ്, നിനവ എന്നൊരു ദേശമുണ്ട്. അവിടെ മഹാദുഷ്ടന്മാരാ. ആ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാന്ന്. ആര് പ്രാർത്ഥിക്കും? യോന പ്രാർത്ഥിക്കട്ടെന്ന്. എന്റെ ഒരു ആശയം പറയുന്നത്. എങ്ങനെ ഇരിക്കും? എന്റെ ഒരു ആശയം പറയുന്നത് നടക്കത്തില്ല. എങ്കിലും ഈ ദൈവത്തെ കളിപ്പിക്കുന്നവനെല്ലാം ഇതുപോലത്തെ പണി കിട്ടുന്നുണ്ട്. അതെനിക്കറിയാം. ഇതുപോലത്തെ പണി കിട്ടുന്നുണ്ട് ദൈവത്തെ കളിപ്പിച്ചു പോകുന്നവർക്കല്ല. അപ്പൊ ശ്രദ്ധിച്ച ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച ആ വാക്യം തുറന്നു വായിച്ചേ. വന്നു എന്ന് നീ പറഞ്ഞു തരണം. ശ്രദ്ധിച്ചു കേൾക്കണേ. നിന്റെ തൊഴില്, നീ പ്രവാചകനല്ലേ, രാജ്യത്തിന്റെ പ്രവാചകനല്ലേ, നിന്റെ വായിൽ നിന്ന് വരേണ്ട വചനം നിമിത്തം ദേശങ്ങൾ മാനസാന്തരപ്പെടേണ്ടതല്ലേ? അതെ. നീ എന്നെ പിന്നെ പോകാത്തത്? എനിക്ക് വയ്യ. എനിക്ക് അവരെ ഒരുക്കുന്നത് കൊണ്ടോ? എടാ, ഇപ്പൊ എല്ലാം മുങ്ങാൻ പോവാ, നീ ഇപ്പൊ ചാകും, നമ്മളെല്ലാം ചാകും. ഇപ്പൊ നീ ഒരു തീരുമാനം എടുക്കണം. നീ ദൈവസന്നിധി സമർപ്പിച്ച് നീ ദൈവതിഥിക്ക് പൊക്കോളാന്ന്. പോകത്തില്ലെന്ന് തീരുമാനിക്കൂ. ശ്രദ്ധിക്കണേ, ശാന്തമായിരിക്കുമ്പോൾ നീ അനുസരണക്കേട് കാണിക്കൂ. എന്നാൽ പ്രക്ഷുബ്ധമാകുന്ന അനുഭവത്തിന്റെ നടുവിൽ നീ ചെയ്യില്ലെന്നും എടുക്കില്ലെന്നും പറഞ്ഞ തീരുമാനം എടുപ്പിക്കുന്ന ഒരു സ്വരമാണ് നമുക്കുള്ളത്. മനസ്സിലായോ? വായിച്ചേ. എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേത്? ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു. ഞാനൊരു എബ്രായൻ, അവിടെ നിന്നെ ആദ്യം ഞാനൊരു എബ്രായൻ, കരയും കടലും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവേ. എടാ, ഈ ഐഡന്റിറ്റി ഉള്ള ഒരുവൻ ഈ പടവിലുണ്ടെങ്കിൽ ഇത് ശാന്ത സമുദ്രമാകണം. കായൽ പോലെ ശാന്തമായി തീരേണ്ടതല്ലേ ഈ സമുദ്രം? ഈ ഐഡന്റിറ്റി ഉള്ള ഒരുവൻ ഈ പടവിലുണ്ടെങ്കിൽ സംഭവിക്കാൻ പാടില്ലല്ലോ ഇത്രത്തോളമുള്ള പ്രതിസന്ധി. പിന്നെ എങ്ങനെ സംഭവിച്ചു? നിന്റെ ഐഡന്റിറ്റിയും
നമ്മളിപ്പോൾ നേരിടുന്ന പ്രശ്നം തമ്മിൽ ഒക്കുന്നില്ല. നീ ദൈവത്തിലാണ്, പിന്നെ നീ കയറി ചെന്ന പ്രസ്ഥാനം തകർന്നതെന്ത്? നീ കയറി ചെന്ന ബിസിനസ് തകർന്നതെന്ത്? നീ ഇടപെട്ട വിഷയം തകർന്നതെന്ത്? നീ പറയുന്ന നിന്റെ ഐഡന്റിറ്റിയും നമ്മളിത് ഫേസ് ചെയ്ത പ്രശ്നവും തമ്മിൽ സിങ്ക് ആകുന്നില്ല. വായിച്ചേ. അതിന് അവൻ, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടു. മനസ്സിലാക്കണം, ഇത് ഏതൊക്കെയോ ദേവന്മാരുടെ പേരിലൊക്കെയാണ് അവർ കുറിയിട്ടത് പല ദേവന്മാരുടെ പേര് പറഞ്ഞിട്ടാണ് കുറി കൃത്തി ഇവന് വന്നു. ഇവന്റെ വായിൽ നിന്ന് വന്നപ്പോ അവരുടെ ഹൃദയത്തിലുള്ള എല്ലാ ദേവന്മാരെ കുറിച്ചുള്ള ചിന്ത പോയി. മനസ്സിലാക്കണം, ജീവനുള്ള ദൈവം, സ്തോത്രം, ദൈവത്തെ ഭജിക്കുന്ന ഒരുവൻ അനുസരണക്കേടിലാണെങ്കിലും ജാതികളുടെ നടുവിൽ വെളിപ്പെട്ടാൽ അവർ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയത്തക്ക നിലവാരത്തിൽ സകലതും ഇളക്കി മറിക്കുന്ന ഒരു നാമമാണ് നാം സേവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ദൂത് കടന്നു പോകുന്ന പല മേഖലകളിലാണ്. വായിച്ചേ. നീ എന്തിനങ്ങനെ ചെയ്തു? ശ്രദ്ധിക്കണേ, നീ ഒരു ആത്മീക, നീ അഭിഷേകം പ്രാപിച്ചവൻ, ദൈവ പൈതൽ, നീ ദൈവസന്നിധിയിൽ ചെയ്ത ഒരു അനുസരണക്കേട് ജാതികൾക്ക് പോലും കേട്ട ഗ്രഹിക്കത്തക്ക നിലവാരത്തിൽ അവന്റെ ബുദ്ധിയെ തുറന്നു. ആ നേരത്ത് ശ്രദ്ധിക്കണം. നമ്മൾ ഈ കൊരിന്ത്യ ലേഖനത്തിന്റെ അകത്ത് വായിക്കുമ്പോൾ മറ്റൊരു വാക്യം വായിക്കുന്നത് നമുക്ക് വളരെ വളരെ പരിചിതമായൊരു വാക്യമുണ്ട്. ഏതാ? അതിന്റെ 2 കൊരിന്ത്യർ 2 കൊരിന്ത്യർ അതിന്റെ 2 കൊരിന്ത്യർ 4:3 വായിക്കുന്ന, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രേ മറഞ്ഞിരിക്കുന്നു. അടുത്തത്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ്, ശ്രദ്ധിക്കണേ, ഇങ്ങനെയാണെങ്കിൽ അവിശ്വാസികളുടെ മനസ്സ് കുരുടായെങ്കിൽ ഈ കപ്പലിലിരിക്കുന്ന ജാതികൾക്ക് എങ്ങനെയാണ് ഈ ദൈവത്തെ കളിപ്പിച്ചു വന്നവന്റെ അനുസരണക്കേട് കൃത്യം മനസ്സിലായത്? മനസ്സിലാക്കണേ, നമ്മളെ ചുമക്കുന്ന ചിലരുടെ കണ്ണുകളെ ദൈവം ചില സമയങ്ങളിൽ തുറന്നു വെക്കും. മനസ്സിലായി? നമ്മൾ ചെയ്ത തെറ്റുകളെ അവൻ കാണത്തക്ക നിലവാരത്തിൽ ദൈവം തുറന്നു വെക്കൂന്ന്. നാം മുഖാന്തരം ആത്മകണ്ണുകൾ തുറക്കപ്പെടേണ്ട മേഖലകളിൽ നാം അനുസരണക്കേട് കാണിച്ചാൽ മറ്റുള്ളവന്റെ കണ്ണ് തുറന്നിട്ട് നീ ദൈവത്തോട് ചെയ്ത അനുസരണക്കേട് അവന് വെളിപ്പെടും. ഹല്ലേലൂയ. പൗലോസിനെ കുറിച്ച് പറഞ്ഞു, നീ കർത്താവിന്റെ രക്ഷാമാർഗം അറിയിക്കുന്നവൻ അല്ലേ, ദൈവത്തിന്റെ ദാസന്മാരെന്ന് പല ആളുകളോ പറഞ്ഞു. ഇത് അറിഞ്ഞത് മുഴുവൻ എന്തിനാണെന്നറിയാമോ? ദൈവപ്രവർത്തിക്കും വേണ്ടി കൂടെ വെളിപ്പെട്ടത്. അവളിലിരിക്കുന്ന ഭൂതം പോയപ്പോ എന്നാ സംഭവിച്ചു? അവളെ കൊണ്ട് ലക്ഷണം നോക്കുന്നവർക്ക് മനസ്സിലായി ഇവളിൽ ഇപ്പോഴും ഈ ശക്തി, ഈ കഴിവ് ഇവൾക്ക് നഷ്ടപ്പെട്ടു പോയി. അവളിരിക്കുന്ന ദുർഭൂത ശക്തി അവളിൽ ഇരുന്നു കൊണ്ട് വരുവാൻ പോകുന്ന സാമ്പത്തിക ലാഭത്തെ കുറിച്ച് വ്യക്തമാക്കി വെളിപ്പെടുത്തി കൊടുക്കുന്ന അവളിലെ ആ ക്രിയ, ആ ശക്തി അവൾക്ക് നഷ്ടപ്പെട്ടു പോയി. എങ്ങനെ നഷ്ടപ്പെട്ടു പോയേ? അഭിഷേകമുള്ളവൻ തിരിഞ്ഞ് അവളിരിക്കുന്ന ഭൂതത്തെ ശാസിച്ചു, വിട്ടുപോകട്ടെ, അവളിരിക്കുന്ന ആ ഭൂതം വിട്ടുമാറട്ടെ, ഇനി മേലാൽ ഒരു അഭിഷിക്തന്റെ നേർക്ക് നിന്നുകൊണ്ട് ദുർഭൂത ശക്തി കൊണ്ട് അവൾ വിവേചിക്കരുത്. അവളുടെ കണ്ണുകളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടച്ചു പ്രാർത്ഥിച്ചപ്പോൾ അവളിൽ ആ കഴിവ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ മനസ്സിൽ ഈ അധികാരം വേണ്ടെന്ന് വെച്ച് പോകുന്ന യോനായെ അനേകരുടെ കണ്ണ് നീ മുഖാന്തരം തുറക്കപ്പെടേണ്ടി വരും. അല്ലേ? വായിച്ചാട്ടെ. വായിച്ചാട്ടെ. അവരോട്, ഞാനൊരു പ്രായം വരുന്നു എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട് അവനോട്, നീ എന്തിനങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അവൻ അവരോട് അറിയിച്ചിരുന്നത് കൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് കണ്ട. അവരറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? ആ നേരം അത് ആത്മീക കാര്യം ചിന്തിക്കാൻ, അത് വിവേചിക്കാനുള്ള കഴിവ് സ്വർഗത്തിലെ ദൈവം ഈ ജാതികളുടെ ജീവിതത്തിൽ കൊടുക്കാൻ ഇടയായി തീർന്നു.
അവർക്ക് അതിന് പ്രാപ്തിയില്ല. പക്ഷെ ഇവന്റെ മാനസാന്തരം, ഈ പ്രവാചകന്റെ മാനസാന്തരത്തിന് ഒരിക്കലും വിചാരിക്കാത്ത ചിലരെ ദൈവം കയ്യിലെടുത്തു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാതെ നമ്മൾ ചെന്ന് ലാഭത്തിലോ നമ്മുടെ ഉയർച്ചയ്ക്കോ ദൈവാത്മാവിന്റെ വഴി വിട്ടു പോകുമ്പോൾ നമ്മൾ ചെന്ന് നിൽക്കുന്ന ഇടത്ത് നമ്മൾ പിടിക്കപ്പെടും. ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. എനിക്ക് വന്നിട്ടുണ്ട് ആരംഭകാലത്ത്. പലപ്പോഴും വിട്ട് പലയിടത്തിൽ ചെന്നപ്പോൾ പലരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ PGക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇരുന്ന റൂമിന്റെ തൊട്ടടുത്ത റൂമിലാണെങ്കിൽ ഒത്തിരി പേര് താമസിക്കുന്നുണ്ട്. അപ്പൊ ഞാനും എൻ്റെ റൂംമേറ്റും കൂടെ സന്ധ്യ ആകുമ്പോൾ ഒരു 7 മണി 8 മണിയാകുമ്പോൾ പുറത്തിറങ്ങിയിരിക്കും. ഇപ്പൊ ഒരു ചൂട് കുറയാൻ വേണ്ടി പുറത്തിറങ്ങി നിൽക്കും. അപ്പൊ ആ സമയങ്ങളിൽ എല്ലാവരും തന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അടുത്തത് എന്താണെന്നുള്ളതെല്ലാം എല്ലാവരും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഇല്ല. കാര്യം ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ല, അടുത്ത കർത്താവ് എന്നെ എന്തിനായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടില്ല. ഞാനിങ്ങനെ ചോദിക്കാതെ പറയാതിരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു, ഒരു ദിവസം രാത്രിക്ക് കറണ്ട് പോയപ്പോ എല്ലാവരും പുറത്തിറങ്ങി, ഇരുട്ടത്ത് ഇങ്ങനെ പുറത്തിറങ്ങിയിരിക്കുക. ഇറങ്ങിയിരുന്ന സമയത്ത് തൊട്ടടുത്ത റൂമിലുള്ള അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം വേറെ പുറത്ത് രാജ്യത്തായിരുന്നു. ആ വ്യക്തി പുറത്തിറങ്ങി വന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ചതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഈ വ്യക്തി എന്നോട് ഒത്തിരി ഈ വ്യക്തിയുടെ കുടുംബത്തിലെ കാര്യം അതും ഇതും എല്ലാം പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആ സമയത്തെല്ലാം കേട്ടോണ്ട്. അപ്പൊ അന്നൊരു വലിയ വിഷയം, ഈ പഠനം കഴിഞ്ഞ് എന്തെന്നുള്ള ചോദ്യത്തിന് ഞാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുക്കാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പൊക്കൊണ്ടിരുന്ന സമയത്ത് ഈ വ്യക്തി എന്നോട് അവസാനം പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നു. എന്നോട് പറയുക, ഞാൻ സാധാരണ ഒത്തിരി പേരോട് സംസാരിക്കുന്ന, പക്ഷെ നിങ്ങൾ മാത്രമാണ് എന്നെ ഈ 3/4 മണിക്കൂർ ഒരക്ഷരം പറയാതെ എന്നെ പൂർണ്ണമായിട്ട് കേട്ടിരിക്കാനായിട്ട്. ഞാൻ വേറൊരു വ്യക്തിയിൽ ഇത് കണ്ടിട്ടില്ലെന്ന്. കാര്യം അങ്ങനെ ലിസണിങ് ആണ്. നല്ലൊരു ലിസണറായിരിക്കണം നമ്മളെപ്പോഴും. അപ്പോൾ അങ്ങനെ കേൾക്കാനുള്ള ഒരു മനസ്സ് എങ്ങനെ നിങ്ങൾ ഉണ്ടായത്? എന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്നെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അപ്പൊ എന്നോട് ചോദിച്ചു, ഇപ്പൊ പഠിക്കുന്നത് എന്താണ്? ഇപ്പൊ ഈ ഫീൽഡിലാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തുടർന്ന് ആ മനുഷ്യൻ, ശ്രദ്ധിക്കണം, ആ വ്യക്തി രക്ഷിക്കപ്പെടാത്ത വ്യക്തിയാണ്. ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ സ്വന്തം ആ വിശ്വാസത്തിന്റെ മാർഗത്തിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് അവിടെ ഒത്തിരി അവസരങ്ങളുണ്ട്. ശുശ്രൂഷയായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി വാതിലുകൾ അവിടെ തുറക്കപ്പെടും. മറ്റൊരു ജോലി ചെയ്യുന്നത് പോലെയല്ല, അവർക്ക് ഒത്തിരി മഹത്വമുണ്ട്. ഒത്തിരി പാസ്റ്റർമാർ അവർ കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതം വളരെ അനുഗ്രഹമായിരിക്കും. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഒന്നുമില്ലാതെ വന്ന അവസ്ഥയൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട് അഭിവൃദ്ധിപ്പെട്ടു പോകുന്ന ഒത്തിരി ദൈവദാസന്മാരെ അറിയാം. ഈ വ്യക്തി ബന്ധക്കോസുകാരനല്ല. ആ വ്യക്തി എന്നോട് പറയാൻ ഇടയായി തീർന്നു. അപ്പൊ ഞാൻ എൻ്റെ ഉള്ളത്തോട് ചിന്തിക്കാൻ ഇടയായി തീർന്നു, കർത്താവേ, ഇതെന്താ ഇങ്ങനെ സംസാരിച്ചത്? ശ്രദ്ധിക്കണം, നമ്മൾ പ്രതീക്ഷിക്കാത്തപ്പോൾ ദൈവം ചിലരുടെ നാവിനെ ഉപയോഗിക്കും. അത് ദൈവശബ്ദമായിട്ട് നമ്മൾ തിരിച്ചറിയാൻ ഇടയായി തീരണം. അപ്പോൾ മനസ്സിലാക്കണം, ഇതുപോലെ കഴുതയുടെ വായെ ഉപയോഗിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അല്ലേ? കഴുതയുടെ വായെ ദൈവം ഉപയോഗിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവശബ്ദം നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രവാചകന്മാർ വായടച്ചിരുന്നാലും ദൈവശബ്ദം നീ പ്രതീക്ഷിക്കാത്തവരുടെ വായിൽ നിയോഗം കൊടുത്ത് അവർ നിന്നോട് സംസാരിക്കുവാൻ ഇടയായിത്തീരും. ആ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, ഇത് ഇവന്റെ ശബ്ദമല്ല, ഇവനിൽ നിയോഗപ്രകാരം വെളിപ്പെടുന്ന സ്വർഗത്തിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയ, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. അല്ലേ? അവർ അന്യനെ അനുഗമിക്കാതെ തന്നെ അനുഗമിക്കും. അവർ എന്നെ അനുഗമിച്ച് എന്റെ ശബ്ദം കേൾക്കും, എന്നോട് അടുത്തു വരുമെന്ന് പറയണമെന്ന് മനസ്സിലാക്കണം. നമ്മൾ ക്രിസ്തുവിന്റെ ശബ്ദം തിരിച്ചറിയുന്നവരായി തീർന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ജയം വരത്തുള്ളൂ. മനസ്സിലാക്കണം, ഇവിടെ യോനെ സംബന്ധിച്ച് അത്രത്തോളം ഒരു പ്രതിസന്ധി വന്നു. അപ്പോൾ അവൻ ജഡീകനായിട്ട് തീരുവാൻ, അല്ലെ ദൈവശബ്ദം കേൾക്കാതെ വന്നപ്പോഴും അവനെ ആത്മീകനായിട്ട് നിലനിർത്തുവാൻ ദൈവം ചില ട്രീറ്റ്മെന്റ് ചെയ്തു. അതാണ് നമ്മൾ ഇന്ന് കാണുവാൻ ഇടയായി തീർന്നത്. നമ്മുടെ വഴികളിലൂടെ ദൈവം ഇടപെട്ടു. അപ്പോൾ ആത്മീക സകലത്തെയും വിവേചിക്കുന്നു. താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. മനസ്സിൽ താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. പക്ഷേ കപ്പലിൽ ഇരിക്കുന്നവർ ആ സമയത്ത് ഇവന് വിവേചിക്കുവാൻ ഇടയായി തീർന്നു. ഇവന്റെ ഉള്ളം അറിയുവാൻ ഇടയായി തീർന്നു. അവനോട് നീ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയത്തക്ക നിലവാരത്തിൽ അവന്റെ സ്വഭാവത്തെ വിവേചിച്ച് സംസാരിക്കാൻ കപ്പലിലുള്ളവരുടെ ജീവിതത്തെ ആ നേരെ സ്വർഗം എടുത്തെങ്കിൽ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ഇരിക്കുന്നെങ്കിൽ മാത്രമാണ് മറ്റൊരുവനെ നമ്മളെ വിവേചിക്കാതിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ നേരം നമ്മളെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നാൽ, അവരെ അവന്റെ കൃപയിൽ നമ്മൾ ആയിരുന്നാൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ ഇടയായിത്തീരും. നമ്മൾ വായിച്ച സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ, കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിന്റെ അതിന്റെ 1-ാം അധ്യായം 1-ാമത്തെ കൊരിന്ത്യർക്കെഴുതിയ 1-ാം പുസ്തകം
അതിന്റെ 2-ാം അധ്യായമാണ് നമ്മൾ വായിച്ചത്. അവിടെ വായിച്ച വാക്യം അസ്തോത്രം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് പോഷത്വം ആകുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കാൻ യോനയുടെ കാലത്തിലേക്ക് വരുമ്പോൾ അവിടെ ചില സമയങ്ങളിൽ ദൈവം ചിലരുടെ ബുദ്ധി അവിടെ തുറക്കുകയാണ്, ചിലർക്ക് അവിടെ അധികാരം ലഭിക്കുകയാണ്, ചില തീരുമാനങ്ങൾ അവനെ എടുപ്പിക്കാൻ ഇടയാകുകയാണ്. നാം ദൈവത്തിൽ നിന്ന് ഓടി മറഞ്ഞാൽ നമ്മൾ ആശ്രയമായിരിക്കുന്ന ആശ്രയങ്ങൾ നമ്മെ ദൈവഭക്തി പഠിപ്പിക്കുമെന്ന് അറിയണം. നാം ദൈവവിധരാണെങ്കിൽ നമ്മൾ രക്ഷയ്ക്കായി നമ്മൾ കണ്ടെത്തുന്ന സങ്കേതങ്ങളെല്ലാം നമ്മളെ ദൈവഭക്തി പഠിപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ ചെന്ന് വീഴുന്നിടത്ത് ദൈവത്തിലേക്ക് വാസ്തവമായി തിരിയുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നാം മനസ്സിലാക്കണം, സ്വന്തം ഭക്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അകറ്റിക്കളഞ്ഞാൽ ദൈവത്തിന് അറിയാൻ നമ്മളെ എങ്ങനെ ഭക്തനായിരുത്തണം എന്നുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ആരും. എന്നാൽ മനസ്സിലാക്കുന്നത് സ്വന്തം യൂദായെ നമ്മൾ മനസ്സിലാക്കണം. അവൻ ആരംഭം മുതൽ കള്ളനായിരുന്നു, അല്ലേ? യൂദായകൻ അവൻ കള്ളനായിരുന്നു, അവനൊരു ഉദ്ധാരണമില്ലാതെ നശിച്ചുപോയി. എന്നാൽ യോന ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാറിപ്പോയാലും അവന്റെ ജീവിതത്തെ ഉറപ്പിച്ചവനെ ദൈവം മടക്കിക്കൊണ്ടുവന്നു. എന്നാൽ ഉദ്ധാരണം കൂടാതെ തകർന്നു പോയ ഒരു വ്യക്തിയാണെന്ന് ഓർക്കണം. ആര്? ഇസ്കരിയോത്തായ യൂദാ. മനസ്സിലാക്കണം, അവരും 12 പേരിൽ ഒരുത്തനായിരുന്നു. അപ്പോൾ മനസ്സിലാക്കണം, അടുത്തത് ആ സ്ഥാനത്തിലേക്ക് ദൈവം പൗലോസിനെ തെരഞ്ഞെടുത്തു. ദൈവം ആ പദവിയിലേക്ക് കർത്താവ് കൊണ്ടുവരികയും ചെയ്തപ്പോൾ അനുഭവത്തിലൂടെ കടന്നു വരുവാൻ തക്കവണ്ണം പൗലോസിന്റെ ജീവിതത്തിലും ദൈവം അതിനുള്ള സാഹചര്യങ്ങളെ ഒരുക്കി. ആളുകൾ മനസ്സിലാക്കണം, നമ്മൾ വായിച്ച പത്രോസിന്റെ ചരിത്രത്തിൽ വായിക്കുമ്പോൾ പത്രോസ് എന്ത് ചെയ്തു? ഈ പത്രോസ് താൻ കണ്ട ദർശനത്തിന്റെ ചിന്തയിൽ മുഴുകിയിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് തന്റെ ഹൃദയത്തോട് പറഞ്ഞു, 3 പേർ നിന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നു. ആത്മീകരായിരിക്കും സകലത്തെയും വിവേചിക്കുന്നു. ആത്മാവ് നമുക്ക് സകലത്തെയും വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവ് നമുക്ക് സകലത്തെയും വെളിപ്പെടുത്തി തരും. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ സ്തോത്രം യോഹന്നാൻ എഴുതിയ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവിടെ വ്യക്തമായി അവിടെ വെളിപ്പെടുത്തുന്ന ചില വാക്യങ്ങളുണ്ട്. ഹല്ലേലൂയ. 1 യോഹന്നാൻ അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, അതിന്റെ സ്തോത്രം അതിന്റെ 19-ാം വാക്യം, 2:19, അവൻ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടത് നമുക്കുള്ളവർ ആയിരുന്നില്ല. അതിന്റെ 20-ാം വാക്യം, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു സകലവും അറിയുന്നു. എങ്ങനെയാണ് അറിയുന്നത്? നാം അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇവിടെ വചനം പറയുന്ന എന്താണ്? സകലവും അറിയുന്നു. എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തിയ സ്വർഗം ഈ ലോകത്തിലുള്ള ചെറിയ കാര്യം മറച്ചു വയ്ക്കുമെന്നാണോ പറയുന്നത്? അത് മറച്ചു വെച്ചിട്ട് ഗുണമിരിക്കുന്നത്? ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തിയെങ്കിൽ, ദൈവപുത്രനെ നമ്മുടെ ഹൃദയത്തിൽ സ്വർഗീയ പിതാവ് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തിയെങ്കിൽ അവൻ നമ്മുടെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കുന്നില്ല. നമ്മൾ പ്രാപിച്ച അഭിഷേകം നാം പ്രാപിച്ച അഭിഷേകം, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച സകലവും അറിയുന്നു. അടുത്തത് 21-ാം വാക്യം, നിങ്ങൾ സത്യം അറിയായ കൊണ്ടല്ല, നിങ്ങൾ അത് അറിയുകയാലും പോഷ്കൊന്നും ശ്രദ്ധിക്കണം. ഇതിന്റെ ക്വാളിറ്റി ശ്രദ്ധിക്കണം. അഭിഷേകം പ്രാപിച്ച ഒരു ദൈവ പൈതലിൽ തിന്മയില്ലെന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തുകയും നന്മയിലും ദൈവകൃപയിലും സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ തിന്മയൊന്നും തന്നെ ഹല്ലേലൂയ ആത്മാവിൽ നിന്ന് വരുന്നതല്ല എന്നുള്ള വലിയ വെളിപ്പാടിലിരിക്കുന്ന ഒരു കൃപയിലിരിക്കുന്ന ദൈവ പൈതലിന് സകലതും ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ചെറിയൊരു കാര്യമല്ല. ഇത് അഭിഷേകം നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് സകലതും വെളിപ്പെടുത്തും. വായിച്ചേ. നിങ്ങൾ സത്യം അറിയാതെ കൊണ്ടല്ല, നിങ്ങൾ അത് അറിയുകയാലും സത്യത്തിൽ നിന്ന് വരായിയാലും അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അടുത്തത് യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ല. ഇത് ശ്രദ്ധിക്കണം. ഈ വാക്ക് യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ
ആരാകുന്നു? അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്ന അല്ലാതെ കള്ളൻ ആരാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വായിച്ച 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ അകത്ത് വളരെ പരമപ്രധാനമായി അത് തിരിച്ച് വായിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് പോഷത്വമാകുന്നു. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന എന്താണ്? ഇപ്പോൾ നമ്മൾ വായിച്ചെന്താണ്? യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നത്. എവിടെ നിഷേധിക്കുന്നത്? ഹൃദയത്തിൽ നിഷേധിക്കുന്നവനാണ്. ഹൃദയത്തിൽ നിഷേധിക്കുന്നവനാണ്. കാര്യം, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അഭിഷേകം ഉണ്ടായേ തീരത്തുള്ളൂ. അഭിഷേകമില്ലാതെ നിങ്ങൾക്ക് ആർക്കും ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിയത്തില്ല. കാര്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം വെളിപ്പെടുത്തുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ കുറെ കാറ്റടിക്കുന്ന പോലെയല്ല, സത്യവചനം നമുക്ക് ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുമ്പോൾ നമ്മളത് വിശ്വസിക്കും. അതിന്റെ പൊരുളുകൾ വെളിപ്പെടുത്തും, മർമ്മങ്ങൾ വെളിപ്പെടുത്തും. അപ്പോൾ കേൾക്കുന്ന വ്യക്തിയും അവരുടെ ഹൃദയം ദൈവത്തിലേക്ക് തിരിച്ച് വിശ്വസിക്കാൻ തയ്യാറായാൽ ആ വ്യക്തി രക്ഷിക്കപ്പെടത്തുള്ളൂ. വിശ്വാസം കേൾവിയാലും കേൾവി വചനത്താലോ വരേണ്ടത്, അല്ലേ? വചനം പറയുമ്പോഴാണ് വിശ്വസിക്കുന്നത്. വചനം കേട്ടാതെ ആരെങ്കിലും വിശ്വസിച്ചെങ്കിൽ അവന്റെ വിശ്വാസം പ്രോപ്പർ ചാനലിലല്ല. നീ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. നീ ഏത് പ്രസംഗം കേട്ടിട്ടാ യേശുവിൽ വിശ്വസിക്കുന്നത്? ഞാൻ അങ്ങനെ പ്രസംഗമൊന്നുമില്ല, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്. അവനെ അപ്പോഴേ പറഞ്ഞ് വീട്ടിൽ വിട്ടോണം. കാരണം അവന് ഈ സംഭവമായിട്ട് ബന്ധമില്ല. നീ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നീ പ്രസംഗം കേട്ടിട്ടാണ് വിശ്വാസം വന്നതെങ്കിൽ നിന്റെ വിശ്വാസം ശരിയാണ്. ഇങ്ങോട്ട് പറഞ്ഞാൽ വേറെ ചില കാര്യങ്ങളോട് പറയാനുണ്ട്. ചിലർക്ക് അത്ഭുത അടയാളം കണ്ടാലേ വിശ്വാസമുള്ളൂ. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രാകൃത മനുഷ്യൻ അതിലെ കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂടെ ഈ സഭയിൽ മെമ്പർഷിപ്പുള്ള പ്രാകൃതൻ, സഭയിൽ മെമ്പർഷിപ്പുള്ള ജഡീകൻ, ആത്മീകൻ സ്വർഗത്തിൽ പോയി കഴിഞ്ഞു. ഈ 2 കാറ്റഗറിയിൽപ്പെട്ടവർ കൈവിടപ്പെട്ടു പോകുന്നു. അവർക്ക് അപ്പോഴും അത്ഭുതം കണ്ടാലേ വിശ്വാസമുള്ളൂ, അല്ലേ? അത്ഭുതം കണ്ടാലേ വിശ്വാസമുള്ളൂ. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം അതിന്റെ 13-ാം അധ്യായം 2 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഇവിടെ എതിർക്രിസ്തുവിന് പൂർണ്ണ ശക്തി ലഭിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിച്ചു. അതിന്റെ 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മഹാസർപ്പത്തെ സ്വർഗത്തിൽ നിന്ന് മീഖായേലും അവന്റെ ദൂതന്മാര് യുദ്ധം ചെയ്ത് അവനെ അവിടെ നിന്ന് തള്ളി ഭൂമിയിലേക്ക് വിടുമ്പോൾ അവൻ ഭൂമിയിൽ വന്നു വീഴുന്ന എവിടെയാണ്? അവന്റെ ആധിപത്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എതിർക്രിസ്തുവിലേക്കാണ് വരുന്നത്. അങ്ങനെ എതിർക്രിസ്തുവിന്റെ പൂർണ്ണമായ ശക്തി ലഭിക്കും. ഈ എതിർക്രിസ്തുവിന് പൂർണ്ണമായ ശക്തി ലഭിക്കുമ്പോൾ ഭൂമിയിലുള്ള സകല മനുഷ്യരും ആ എതിർക്രിസ്തുവിനെ അംഗീകരിക്കുന്ന എങ്ങനെയാണ്? നമ്മളിവിടെ വായിച്ച വാക്യമാണ്. അതിന്റെ തലകളിലൊന്ന്, അതിന്റെ 13:3, അതിന്റെ തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. ശ്രദ്ധിക്കണം, ഈ മൃഗത്തെ കണ്ട് വിസ്മയിക്കണം എന്നുണ്ടെങ്കിൽ അസാധാരണമായ അത്ഭുതം കാണണം. ഇന്ന് ക്രിസ്തുവിനെ പ്രസംഗിക്കാതെ, ക്രിസ്തുവിലേക്ക് എത്തിക്കാതെ, അത്ഭുതത്തിൽ മാത്രം മറപിടിച്ച്, രോഗസൗഖ്യത്തിൽ മാത്രം മറപിടിച്ചിരിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് അവന്റെ കണ്ണുകൊണ്ട് കാണുക എതിർ ക്രിസ്തുവിന്റെ തല, തകർന്നുപോയ തല വീണ്ടും ചേർന്ന് പൂർവ്വ രൂപത്തിലേക്ക് വന്ന് നിൽക്കുന്ന ആ രംഗം കണ്ടു കഴിയുമ്പോൾ കൈവിടപ്പെട്ടു പോയ അത്ഭുതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് യേശുവിൽ വിശ്വസിക്കുന്നവരെല്ലാം എതിർ ക്രിസ്തുവിന്റെ കൂടെ പോകും. ഇച്ചിരി കൂടെ വ്യക്തമായി പറയാം. അതിന്റെ 13-ാം അധ്യായത്തിൽ 13:13 വായിച്ചേ. വെളിപ്പാട് 13:13 അയച്ചേ. അവിടെ ബൈക്കിൽ കൂടെ വായിക്കട്ടെ. മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിച്ചു. അതിന്റെ 12 മുതൽ വായിച്ചേ. അത് ഒന്നാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരം എല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാണ്. ഇത് ശ്രദ്ധിക്കണം. ഇത് എതിർ ക്രിസ്തുവിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മഹാസർപ്പം എന്ന സാത്താൻ, കള്ളപ്രവാചകൻ സാത്താന്റെ പ്രവൃത്തിയാണ്. ഈ സാത്താൻ ഇപ്പോൾ ആ സമയത്ത് ഭൂമിയിൽ നിൽക്കും. ഭൂമിയിൽ നിന്നിട്ട് ഈ മനുഷ്യന്റെ തല തകർന്നപ്പോൾ ആ തകർന്ന തല പൂർവ്വ രൂപത്തിന് പുറത്ത് ഒരു മനുഷ്യന്റെ സ്വാഭാവിക ശരീരം പോലെ ആയി തീർക്കുന്ന അത്ഭുതം പ്രത്യക്ഷമായി കാണിക്കും.
നമ്മൾ ഇന്ന് ഈ കാണുന്ന ഇന്റർനെറ്റ് വഴിയോ അന്നത്തെ ലേറ്റസ്റ്റ് ഡിവൈസിലൂടെ, അന്നത്തെ ലേറ്റസ്റ്റ് കണക്ടിവിറ്റിയിലൂടെ ലോകത്തിലെ സകല മനുഷ്യരും എതിർ ക്രിസ്തുവിനെ, അവനെ തകർന്നു പോയ അവന്റെ തല പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നത് കണ്ടു കഴിയുമ്പോൾ എല്ലാവരും പറയും ഇവനാണ് ദൈവം എന്ന് പറയും. ഇവൻ പറയുന്ന വാക്കുകൾക്കും ഇവൻ ചെയ്യുന്ന പ്രവർത്തികൾക്കും ശക്തി കിട്ടേണ്ടതിന് മഹാസർപ്പം പുറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. മഹാസർപ്പം പുറകിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതിനെക്കുറിച്ച് ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ മറ്റൊരു ഭാഗം കൂടെയുണ്ട്. എന്താണ് ചെയ്യുന്നത്? 16-ാം അധ്യായത്തില്, ഇപ്പൊ ഞാൻ ഈ വിഷയങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, എനിക്കിത് അറിയണം. ആമേൻ, സ്തോത്രം. 16-ാം അധ്യായത്തിന്റെ അകത്തെ ക്രോധ കലശങ്ങളെ കുറിച്ച് പറയുമ്പോൾ എതിർ ക്രിസ്തു, സ്തോത്രം, ഭൂമിയിലുള്ള സകല മനുഷ്യരെയും കൂടെ സ്തോത്രം യുദ്ധത്തിനായിട്ട്, ഇസ്രായേലിന്റെ നേരെ യുദ്ധത്തിനായിട്ട് കൂട്ടിച്ചേർക്കുന്ന രംഗത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഈ പറയുന്ന രംഗം നമ്മൾ കാണുന്നത് 16-ാം അധ്യായത്തിൽ കലശങ്ങളെ കുറിച്ച് പറയുന്നത്. കാഹളവും കലശവും ഉണ്ട്. കാഹളവും കലശവും ഒരുമിച്ച് വായിക്കണം. ഇന്നത്തെ കലശങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന് 16-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ സ്തോത്രം, അവിടെ സ്തോത്രം അതിന് 14 മുതൽ വായിച്ച് 13-ാം വാക്യം 12 മുതൽ വായിക്കും. 12 6-ാമത്തെ അവന്റെ കലശം ഇവിടെ ശ്രദ്ധിക്കണം. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് യൂഫ്രട്ടീസ് ആ നാളുകളിൽ വറ്റി വരളും. അതിലൂടെയാണ് ഇവർ കടന്നു വരുന്നത്. വെള്ളം വറ്റിപ്പോയി. ഇപ്പോൾ ഇന്നാളൊരു ഒരു വർഷം മുമ്പ് യൂഫ്രട്ടീസിലെ നദി വളരെയേറെ വെള്ളം കുറഞ്ഞിട്ട് അതിന്റെ അടിയിലുള്ള ചില കണ്ടെത്തലുകൾ, ചില ഗുഹകള്, ചില നിർമ്മിതികള് വെള്ളത്തിനാൽ മൂടിപ്പെട്ട അതൊക്കെ കാണാൻ ഇടയായി തീർന്നു. അപ്പോൾ അവർ പറഞ്ഞു കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ യൂഫ്രട്ടീസ് വറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങോട്ടാണ് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. അന്ന് ഇത് പൂർണ്ണമായിട്ട് വറ്റും. അത് കഴിയുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? വായിച്ചേ അടുത്ത വാക്യം. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ 3 ആത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവിടെ ശ്രദ്ധിക്കണം. ഈ ഇവിടെ വായു തവളയെ പോലെ, അത് തവളയാന്നല്ല പറഞ്ഞേക്കുന്നത്, പോലെ എന്ന് പറയുമ്പോൾ അതല്ല. അപ്പോൾ മനസ്സിലാക്കണം, പുറപ്പെട്ടു വരുന്ന ദുരാത്മാവിനെ യോഹന്നാൻ അപ്പോസ്തലൻ ആത്മാവിൽ കാണുകയാണ് അവിടെ. അപ്പോൾ ഈ പറയുന്ന എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ, മഹാസർപ്പം, ഇവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഭൂതാത്മാവ്. അപ്പൊ ശ്രദ്ധിക്കണം, ഈ മഹാസർപ്പം ഇതുവരെ ഇല്ലായിരുന്നു. ഈ മഹാസർപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് എതിർ ക്രിസ്തുവിന് ശക്തി ലഭിച്ചത്. അത് എതിർ ക്രിസ്തുവിന്റെ വായിൽ നിന്ന് മറ്റ് രാജ്യങ്ങളുടെ നേതാക്കന്മാരും വീണ് കിടക്കുന്ന സകല അടിമകളോട് സംസാരിക്കുമ്പോൾ അവർ ഈ യുദ്ധത്തിനായിട്ട് വരുവാൻ അവരെ വശീകരിക്കണം. ആ വശീകരിക്കാൻ അവരുടെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ദുരാത്മാവാണ്. വായിൽ നിന്ന് ഉദ്ദേശിച്ചാൽ ആ വ്യക്തി സംസാരിക്കുന്ന വാക്കിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലമാണ് ഇവിടെ കാണുന്നത്. എന്താണ് ഇവിടെ ചെയ്യുന്നത്? രാജാക്കന്മാരെ ഒത്തൊരുമിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഈ സ്പിരിറ്റ്, ഈ ശക്തി ശ്രദ്ധിച്ചോ, ഈ ശക്തി അന്ന് പൂർണ്ണതോതിൽ വർക്ക് ചെയ്യും. ഇത് പൂർണ്ണതോതിൽ വർക്ക് ചെയ്യുന്നതിന് ഇന്ന് പകുതി കൊണ്ട് അത് നിർത്തി അത് പൂർണ്ണമായി വെളിപ്പെടാതെ വണ്ണം ഇന്ന് വഴിയിൽ തടുക്കുന്നതെന്ന് പറഞ്ഞ ഈ തടുക്കുന്ന ആരോ മനസ്സിലായി? ദൈവസഭ ഭൂമിയിലുണ്ട്. പരിശുദ്ധാത്മാവിനാൽ ദൈവസഭ ഭൂമിയിലുണ്ട്. ദൈവത്തിന്റെ ദൂതകൾ തടുത്തിരിക്കുകയാണ്. പൂർണ്ണമാകണമെങ്കിൽ ഈ മഹാസർപ്പം ഇങ്ങോട്ട് വരണം, അല്ലാതെ നടക്കത്തില്ല. മഹാസർപ്പം ഭൂമിയിൽ വന്നു കഴിയുമ്പോൾ എതിർ ക്രിസ്തു പറയുന്ന ഓരോ കാര്യത്തിലും പൂർണ്ണ ശക്തിയായിരിക്കും. അന്ന് ദൈവസഭ ഭൂമി കാണത്തില്ല. ഇത് പൂർണ്ണ ശക്തിയോടെ വെളിപ്പെടുമ്പോഴാണ് മനസ്സിലാക്കണം രാജാക്കന്മാരെ വശീകരിക്കണം. വായിച്ചേ. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നു. നമ്മുടെ കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്താണ്? ഇരുവായ്ത്തലയുള്ള വാൾ. മനസ്സിലാകുന്നുണ്ടോ? ഇരുവായ്ത്തലയുള്ള വാൾ കൊണ്ടാണ് പുറപ്പെടുന്നത്. അതുകൊണ്ട് സാത്താനോട് യുദ്ധം ചെയ്യുമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ക്രിസ്തു തന്റെ വചനം അയക്കുമ്പോൾ എതിർ ക്രിസ്തു ഈ 3 ശക്തിയും അന്ന് ക്രിസ്തുവിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് നിൽക്കും. പക്ഷെ കർത്താവ് തന്റെ വായിലെ വചനങ്ങളാൽ ഇവയെ തകർത്ത് കളയുവാൻ ഇടയായിത്തീരും. അപ്പോൾ മനസ്സിലാക്കണം, ഇവിടെ ഈ യുദ്ധത്തിന് വേണ്ടി സജ്ജമാക്കേണ്ടതിന് സകല രാജാക്കന്മാരെയും വശീകരിക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. വായിച്ചേ. രാജാക്കന്മാരെ
സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർക്കും. കണ്ടോ, മനസ്സിലാക്കണം, ഇവൻ വിളിക്കുന്നത് സ്തോത്രം അവൻ ഇസ്രായേലിനെ തകർക്കണം. കാര്യം ആൺകുട്ടി ദൈവസഭ ജനറേറ്റ് ചെയ്തത്, ദൈവസഭ സ്തോത്രം പുറപ്പെട്ടത് ഇസ്രായേലിൽ നിന്നാണെങ്കിൽ ആ കുട്ടി ജനിച്ച ഉടനെ സ്വർഗത്തിലേക്ക് കയറി. അപ്പോൾ ദൈവസഭ സ്വർഗത്തിൽ പോയി കഴിഞ്ഞപ്പോഴാണ് മഹാസർപ്പത്തിന്റെ ഇടം അവിടെ നിന്ന് നഷ്ടമായി. അവൻ ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിൽ വന്ന് ഇസ്രായേലിനെ അപവാദം പറയുകയും ദൈവസഭയെ കുറിച്ചും സ്വർഗീയ യെരൂശലേമിനെ കുറിച്ചും സ്വർഗീയ സിയോനെ കുറിച്ചും ഭൂമിയിലിരിക്കുന്ന മനുഷ്യരോട് വെളിപ്പെടുത്തും. ഇന്ന് ഗവൺമെന്റുകൾ പുറത്തുവിടാത്ത പല രഹസ്യങ്ങളും അന്നത്തെ വ്യക്തികൾക്ക് എതിർ ക്രിസ്തു വെളിപ്പെടുത്തി കൊടുക്കും. വിത്ത് എവിഡൻസ് കൊടുക്കും. വിത്ത് എവിഡൻസ് എതിർ ക്രിസ്തു അന്ന് വെളിപ്പെടുത്തി കൊടുക്കും. ഇന്ന് നമുക്കറിയാൻ മേലാത്ത സയന്റിഫിക് ആയിട്ടുള്ള പല മർമ്മങ്ങളും അന്നത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ എല്ലാവരും എതിർ ക്രിസ്തുവിന്റെ വാക്കനുസരിച്ച് അവനോട് കൂടി ഇരിക്കും. ഞാൻ ഇച്ചിരിയും കൂടെ ആഴത്തിലൊരു കാര്യം പറയാം. ഇത്രയേറെ സ്വർഗത്തെ കുറിച്ചും അവിടെ വസിക്കുന്നവരെ കുറിച്ചും അളലിയാസത്തെ ക്രിസ്തുവിനെ കുറിച്ചൊക്കെ ദൂഷണം പറയണമെന്നുണ്ടെങ്കിൽ ഔട്ടർ സ്പേസിനെ കുറിച്ച് ആഴത്തിൽ അറിയുന്ന ഒരുവനാണ് ഇന്ന് എതിർ ക്രിസ്തു ആയിട്ടിരിക്കുന്നത്. അവന് പൂർണ്ണ ശക്തി ലഭിക്കുന്നത് മഹാസർപ്പം ഇറങ്ങി വരുമ്പോഴാണ്, അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ഈ കാര്യം രണ്ടും മനസ്സിലാക്കുമ്പോൾ അവിടെ വായിച്ച തുറന്നു വരും കർത്താവിന്റെ രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ, ഈ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, ഈ അത്ഭുതങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന പുസ്തകം ഇതുവരെ വായിക്കാത്ത ജ്ഞാനപ്പെട്ടിട്ട് വിശ്വാസിയാന്ന് പറഞ്ഞു നിൽക്കുന്ന പെന്തക്കോസുകാർ ഒരു വ്യക്തി കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വചനം കൂടാതെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം കൊണ്ടെത്തിക്കാൻ പോകുന്നത് ഇവനെ സ്വീകരിക്കാനായിരിക്കും, അല്ലാതെ ക്രിസ്തുവിന്റെ വരവിങ്കിൽ പോകത്തുമില്ല. ആമേൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ, അവിടെ വശീകരിച്ച അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് കണ്ട അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന, അപ്പൊ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം ആണല്ലോ. ഇവിടെ നമ്മൾ വായിച്ച 13-ാം അധ്യായത്തിന്റെ അടുത്ത് വരുമ്പോൾ അവിടെ കാണുന്ന എന്താണ്? 12-ാം വാക്യം 13-12 വായിക്കുന്ന അത് ഒന്നാമത്തെ മൃഗത്തിന് മുമ്പാകെ അതിന് അധികാരം എല്ലാം നടത്തി ഭൂമി അതിൽ വസിക്കുന്നവരെ മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അപ്പോൾ മനസ്സിലാക്കുക, ലോകത്തിലെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ മനുഷ്യരും ഒരു പ്രത്യേക വിഷയത്തെ അംഗീകരിക്കുന്നുണ്ട്. ആ അംഗീകാരം ഒരിക്കലും രാഷ്ട്രത്തിന്റെ നേതാക്കന്മാരില്ല. രാഷ്ട്രത്തിൻ്റെതായ നിലപാടുകൾ വേറെയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? രാഷ്ട്രത്തിന്റെ നിലപാട് എതിർ ക്രിസ്തുവിന്റെ നിലപാടിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? സാത്താന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും എതിർ ക്രിസ്തുവിന്റെ വായിൽ നിന്നും ഭൂതാത്മാക്കൾ പുറപ്പെട്ട് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരെ വശീകരിക്കും എന്ന് പറഞ്ഞ രാഷ്ട്രങ്ങൾക്കൊക്കെ ചിലത് ലഭിക്കണം. അവർക്ക് ലഭിക്കേണ്ടത് അവർക്ക് ലഭിക്കും. ആ കാലഘട്ടത്തില് അവർക്ക് ഇതുവരെ കിട്ടാത്ത മറഞ്ഞു കിടക്കുന്ന ടെക്നോളജികൾ അന്ന് കൊടുക്കും. അത് കൊടുക്കുമ്പോ അവരെല്ലാം വരുമെന്ന്. അവർക്ക് പ്രോസ്പെരിറ്റി മതി, വിശാലമായി സ്വർഗ തുല്യമാക്കി സോതോം പോലെ ആക്കണം. പക്ഷെ സോതോമിലേക്ക് വരുന്ന തീ അവർക്ക് വിഷയമല്ല. അവരുടെ കാഴ്ചയിൽ ഏദൻ പോലെ ആയിരിക്കുന്ന സോതോമായി തീരണം. പിടികിട്ടിയോ? അവർക്ക് ലഭിക്കും. ചില ഇൻവെൻഷൻസും ചില ഡിസ്കവറീസും ചില പുതിയതായിട്ട് വരേണ്ട ടെക്നോളജികൾക്കൊക്കെയും അവിടെ ലഭിക്കും. നമ്മുടെ ഇന്ത്യക്കും ലഭിക്കും. നമ്മൾ പോവില്ല, ഇന്ത്യ പോവും, ഞാൻ പോകത്തില്ല. എനിക്ക് ദൈവസന്നിധിയിൽ പോകണം. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഈ വചനം നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ മനുഷ്യരെ വശീകരിക്കുന്ന അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ കണ്ട് എന്ത് സംഭവിക്കും? എതിർ ക്രിസ്തുവിലേക്ക് ആകർഷിക്കും. അപ്പോൾ സഭയിൽ ഇതുവരെ വചനം കുഞ്ഞാവിന്റെ രക്തം മുഖാന്തരം നിന്റെ വീണ്ടെടുത്ത് നിനക്ക് പകരക്കാരൻ അവൻ കാൽവറിയിൽ മരിച്ചു, അവനായിട്ട് ജീവിക്കണം, ക്രിസ്തു ആരെന്ന് ആത്മാവിൽ അറിയാത്ത ഒരു ജഡികനോ പ്രാകൃതനോ സഭയ്ക്കകത്തുണ്ടെങ്കിൽ അവൻ ഈ അത്ഭുതം കാണുമ്പോ പറയും, സ്തോത്രം, ഹല്ലേലൂയ, ഇവൻ ചെയ്തത് ദൈവശക്തിയാലാണ്. ദൈവശക്തിയാൽ അല്ലാതെ അത്ഭുതം ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമോ? അതായത് മറ്റൊരാത്മാവിനാൽ നടത്തപ്പെട്ടാലും അത്ഭുത അടയാളവും ഒരു കുറവില്ലാതെ നടക്കും എന്നുള്ള സത്യം അറിയണമെങ്കിൽ പുസ്തകം വായിക്കണം. അത് അതിന്റെ തലത്തിൽ ഉപദേശം പഠിക്കണം. ഇത് രണ്ടും ചെയ്യാത്തവർക്കാണ് അത്ഭുതമെല്ലാം ദൈവത്തിൽ നിന്നാന്നുള്ള മൗഢ്യമായ അറിവ് അവരെ നിത്യ നരകത്തിലെത്തിക്കും. സഭയ്ക്കകത്തെ കാര്യം പറയുന്ന പല സംഘടനകളും അങ്ങനെയാണ്.
ചിലതൊക്കെ ചില സഭകൾ വിടുതൽ കൊടുക്കുന്ന സഭയെന്ന് തന്നെയാ ചില സഭയുടെ പേര്, അതൊക്കെ കൊണ്ട് എത്തിക്കുന്നത് നിത്യ നരകത്തിലായിരിക്കും. കാര്യം അത്ഭുതം കൊണ്ട് മാത്രം ഒതുങ്ങുന്ന പ്രസ്ഥാനങ്ങളെല്ലാം അവിടെ എത്തിക്കുന്നത് ഈ പ്രകാരം വചനം അറിയിക്കാതെ സത്യം മറച്ചു വെച്ച അത്ഭുതം നീ എവിടെ കണ്ടാലും ദൈവത്താലാണ്, അത് ആര് ചെയ്താലും ദൈവത്താലാന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നവന്റെ ഉള്ളിലിരിക്കുന്നത് മറ്റൊരാത്മാവാണ്, ഭൂതാത്മാക്കൾ തന്നെ. വായിച്ചേ. എവിടെ വായിക്കുന്നത്? 13:12 13:12 വായിക്കാം. അത് ഒന്നാമത്തെ മൃഗത്തിന്റെ മുൻപാകെ അതിന്റെ അധികാരം എല്ലാം നടത്തി ഭൂമിയിലെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുഴുവൻ കൊടുത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാകും. അതായത് എതിർ ക്രിസ്തു സാത്താൻ ഇവന്റെ ശരീരത്തിൽ ചെയ്യുന്ന കാര്യം പരസ്യമായി കാണിച്ചുകൊണ്ട് ഇവൻ ദൈവത്താലാണ്, ദൈവശക്തി ഇവനിൽ ഉണ്ടെന്ന് വരുത്തണം. അത് ഒരു വ്യക്തിക്ക് ദൈവശക്തി ഉണ്ടെന്ന് വരുത്തണം. ഇവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത്ഭുതം നടക്കണം. അപ്പോൾ സകലത്തിൽ ഈ വ്യക്തി ഒരു അസാധാരണമായ വ്യക്തിയാണ്, ദൈവമാണ്, ദൈവത്തിനല്ലാതെ ഇങ്ങനെ ചെയ്യാൻ കഴിയത്തില്ലെന്നുള്ളത് പരസ്യമായി പ്രഖ്യാപിക്കും. അപ്പോൾ ആ തലമുറകൾ ജനിച്ച അവതാരമാണെന്നുള്ള രീതിയിൽ എല്ലാവരും അവന്റെ പുറകെ പോയേ പറ്റൂ. കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത അത്ഭുതം കാണിക്കും, അടയാളം കാണിക്കും. തിരുവെടുത്തില്ലാത്ത സകല ബന്ധക്കോസുകാരനും തിരുവെടുത്തില്ലാത്ത ദൈവവചനപ്രകാരം വീണ്ടെടുക്കപ്പെടാത്ത സകല വിശ്വാസികളും ഇത് കണ്ടു കഴിയുമ്പോൾ ദൈവത്താൽ അല്ലാതെ അത്ഭുതം ചെയ്യുമെന്ന് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കസര ഇട്ടോണ്ടിട്ട് തർക്കിക്കുകയുള്ളൂ. കാര്യം വചനം ഇതുവരെയും പഠിക്കാത്തവർക്ക് വലിയ കെണിയായിട്ട് തീരും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അടുത്ത വാക്യമാണ് വിഷയം. അത് മനുഷ്യർ കാണുക ആകാശത്ത് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിക്കുവാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കണേ, ഈ രാജാക്കന്മാരെല്ലാം വരും, മറ്റു രാജ്യങ്ങൾ അംഗീകരിച്ച് എല്ലാരും വന്നിട്ട് പറയും ഇവൻ ശരിക്കും ദൈവമാണ്. കാരണം ആകാശത്ത് നിന്ന് തീ ഇറങ്ങണം. എവിടെയാണ് ആകാശത്ത് തീ ഇറങ്ങിയ സംഭവം ബൈബിളിലുള്ളത്? ഏലിയാവിന്റെ കാലത്ത് അല്ലേ? ഏലിയാവിന്റെ കാലത്ത് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയെങ്കിൽ തീ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയാൽ അവൻ ദൈവത്താലാണ്, അവൻ ദൈവമാണെന്ന് പറയത്തക്ക നിലവാരത്തില് അന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഏലിയാവിനെ മാത്രം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവനും അത്ഭുതം കാണാൻ വേണ്ടി മാത്രം ഏലിയാവിന്റെ മേൽ പകർന്ന അഭിഷേകം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവനൊക്കെ ഈ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങുന്നത് കണ്ടു കഴിയുമ്പോൾ പറയും ഇതും സ്വന്തം ദൈവാത്മാവിനാൽ അല്ലാതെ ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് സ്വന്തം നമ്മൾ അവനോട് എതിർത്ത് നിൽക്കണ്ട എന്നുള്ള രീതിയിൽ അങ്ങോട്ട് കൊണ്ടുപോയി എതിർ ക്രിസ്തുവാന്ന് ഒരിക്കലും മനസ്സിലാകാത്ത രീതിയിലായിരിക്കും അന്ന് വരുന്നത്. അന്ന് ഇവരെ പാസ്റ്റർ എന്ന് വിളിക്കും, ചിലർ അപ്പോസ്തലൻ എന്ന് വിളിക്കും, പ്രവാചകൻ എന്ന് വിളിക്കും, പ്രൊഫറ്റ് എന്ന് മറ്റുള്ള ഏതും വിളിച്ചിരിക്കും. കാലഘട്ടത്തിലെ ആളുകൾ അഭിഷിക്തൻ എന്നൊക്കെ വിളിക്കും. ഇതെല്ലാം വിളിച്ച് കൊണ്ട് എത്തിക്കുന്ന എതിർ ക്രിസ്തുവിനായിരിക്കും എന്ന് മറന്നു പോകരുത്. കാര്യം ഇവൻ പറയുന്ന വായിലെ വാക്കുകൾ എതിർ ക്രിസ്തുവിനാണ്. കാര്യം അവൻ തന്നെത്താൻ മഹത്വം എടുക്കുകയാണ്. കാരണം അതിന് വാക്യോടെ കിടക്കുന്നത് ഹല്ലേലൂയ. സ്വന്തം യോഹന്നാൻ എഴുതിയ സുവിശേഷത്തില് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, അതിന്റെ 5-ാം അധ്യായം അതിന്റെ 43-ാം വാക്യം, യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 43-ാം വാക്യം വായിക്കുന്ന ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. അപ്പോൾ സ്വന്തം നാമത്തിലാണ് വരുന്നത്. അവൻ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാണ്. ആര്? എതിർ ക്രിസ്തു ആരാണ്? അതിന്റെ 44-ാം വാക്യം വായിച്ചോ. അതിന്റെ 5:44 തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്ന് ബഹുമാനം അന്വേഷിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇതാണ് മനുഷ്യൻ പ്രതീക്ഷിക്കുന്നത്. മനുഷ്യനെ അവനിരിക്കുന്ന സ്ഥിതിയിൽ അവനെ അംഗീകരിക്കണം. മനുഷ്യൻ പാപത്തിലിരിക്കുന്ന ആ പാപസ്ഥിതിയിലിരിക്കുന്ന മനുഷ്യനെ അംഗീകരിക്കാൻ എതിർ ക്രിസ്തു വരുന്നുണ്ട്. നിന്റെ ഉള്ളിലെ ചിന്തകളും വികാരങ്ങളൊന്നും തെറ്റല്ല, അത് ശരി തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ മനുഷ്യനെ എന്തിനാ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ
അത് കേട്ട് വശീകരിക്കപ്പെടുന്നവനെല്ലാം ഇവന്റെ ആധിപത്യത്തിന് കീഴിൽ പോകണമെന്നുള്ളത് സ്വർഗത്തിലെ സർവശക്തന്റെ തീരുമാനമാണ്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാവും, തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. ഇവിടെ വായിക്കുന്ന അവൻ സ്വന്തം നാമത്തിലാണ് വന്നിരിക്കുന്നത്. തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എവിടെയാണ് കിടക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. തെസ്സലോനിക്ക ലേഖനം 2-ാം ലേഖനത്തിന്റെ അകത്ത് വായിക്കുമ്പോൾ സ്തോത്രം 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 അതിന്റെ 4-ാം വാക്യം, 2 തെസ്സലോനിക്കർ 2:4, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അവൻ തന്റെ മഹത്വം പറയും. ഞാൻ ചെയ്തതു, എന്റെ കയ്യാൽ നടന്നത്, ഞാൻ പോയപ്പോൾ, ഞാൻ വന്നത്, അവനെ തന്നെ ഉയർത്തും. അപ്പൊ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ദൈവത്തിന് മാത്രം പറയുവാൻ കഴിവുള്ള കാര്യം ഇവിടെ തന്റെ മഹത്വത്തിന് താൻ തന്നെ എടുത്തു പറയും. അപ്പോഴാണ് അവന്റെ മേലും അവന്റെ സിംഹാസനത്തിന്റെ മേലും ദൈവത്തിന്റെ ക്രോധാഗ്നി വെളിപ്പെടാൻ പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അവന്റെ വാക്ക് കേട്ട് സകലരും വശീകരിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവജനത്തിലേക്ക് വരാതെ അത്ഭുതങ്ങളിലും അടയാളങ്ങളിൽ ഇരിക്കുന്ന വ്യക്തി അതായത് ദൈവാത്മാവിന് മാത്രമേ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കാൻ കഴിയത്തുള്ളൂ. ബൈബിളിൽ ഒത്തിരി ഭാഗത്ത് തകർന്നു പോയ ശരീരവുമായിട്ടിരുന്ന പലരും സൗഖ്യം പ്രാപിച്ചിട്ടില്ലേ? കർത്താവായ യേശു ക്രിസ്തു തന്നെയും താൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ 3 കൈകാലുകളിൽ എന്താണ് ആ കാലിരുമ്പാണിയുടെ തുള കയ്യിലും കാലിലും കിടപ്പെടുന്നത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ജീവനോടുകൂടെ എഴുന്നേറ്റ് നിന്നു. ഈ കാഴ്ചകളെല്ലാം വരുമ്പോൾ മരിക്കാൻ ഇവന് കഴിയത്തില്ല. ഇവൻ ദൈവമായതുകൊണ്ടാണ് ഇവന് മരിക്കാൻ കഴിയാത്തത്. അടുത്തത് ഇവൻ പറഞ്ഞ ഉടനെ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി. അങ്ങനെയാണെങ്കിൽ പല അടയാളങ്ങളും അവിടെ നടക്കാൻ തുടങ്ങും. അതിനുശേഷം അവൻ വാഴുവാൻ തുടങ്ങുമ്പോഴാണ് ദൈവം തന്റെ ന്യായവിധി ഭൂമിയിലേക്ക് ഒഴിക്കാൻ ഇടയാകുന്നത്. അവനോടുകൂടെ സകലരെ ചേർത്തിട്ടേ ദൈവം തന്റെ ശിക്ഷ തുടങ്ങത്തുള്ളൂ. അവനോടുകൂടെ സകലരും ഒന്നോടെ എഗ്രി ചെയ്യണം. എന്നാൽ അതിന്റെ ഇടയിൽ കൈവിടപ്പെട്ടു പോയ രക്തസാക്ഷികളായിട്ട് അതിന്റെ ഇടയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് അവസാനിക്കണം. അതിനുശേഷമാണ് ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടുന്നത്. ശ്രദ്ധിക്കണം. അതിൽ 13-ാം അധ്യായത്തിൽ അവിടെ വായിക്കും, മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിക്കുവാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികൾ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ട് ജീവിച്ച മൃഗത്തിന്റെ പ്രതി ഉണ്ടാക്കുവാനും ഭൂവാസികളോട് പറയുകയും ചെയ്യും. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന്, മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിന്, മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ അതിന്റെ ബലം ലഭിക്കും. ശ്രദ്ധിക്കണം. ഇന്ന് കാണുന്ന AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അന്ന് പൂർണ്ണ രൂപത്തോടുകൂടെ അവിടെ അന്ന് കയറി വരും. അന്ന് കയറി വരുമ്പോൾ മുദ്രയില്ലാത്തവൻ അറുക്കപ്പെടും. ഇവനെ ദൈവമെന്ന് അംഗീകരിച്ച് കുമ്പിടാത്തവനെല്ലാം അന്ന് തെരഞ്ഞു പിടിച്ച് അറുക്കപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ അകത്തൊന്നും കുറെ പേര് രക്ഷപ്പെടും കേട്ടോ. ഇത് മറ്റൊരു ഭാഗത്ത് പറയുന്ന ഒരു കാര്യം, അതിന്റെ സ്തോത്രം അതിന്റെ 21-ാം വാക്യം, 21-ാം സ്തോത്രം അതിനകത്ത് കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതായത് അതിന്റെ 20-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. വെളിപ്പാട് 20:4. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവജന നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അപ്പൊ കൈക്കൊള്ളാതെ പിടിച്ചു നിന്ന് പേദ്യം ഏൽക്കുന്നവർ അവിടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം അന്ന് സംഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ കാര്യങ്ങളിലൂടെ സ്തോത്രം അത്ഭുതങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന വിശ്വാസികൾ, അവർക്ക് എപ്പോഴും അത്ഭുതം. ഇന്നൊരു ഭൂതത്തെ ഇറക്കി വിട്ടില്ല, അവർക്ക് സ്വസ്ഥതയില്ല. ഇന്നൊരു രോഗസൗഖ്യം കണ്ടില്ല, സ്വസ്ഥതയില്ല. ഇന്നൊരുവന്റെ അത്ഭുത സാക്ഷ്യം കേട്ടില്ല, സ്വസ്ഥത. ഇതൊന്നുമല്ല ക്രിസ്തീയ ജീവിതം. ആമേൻ. ഇത് ഒരുങ്ങുന്നത് ഈ പറയുന്ന അത്ഭുതവും അത്ഭുതത്തിന്റെ ചുവട് പിടിച്ച് നടത്തുന്ന പ്രസ്ഥാനങ്ങളല്ല എത്തുന്നത് നിത്യമായ നാശത്തിലേക്കാണ്. അവരെ നയിക്കേണ്ടതാണ്. തെസ്സലോനിക്ക ലേഖനത്തിന്റെ അത് നമ്മൾ വായിക്കുന്ന പോലെ പോസ്റ്റ് വിശ്വസിക്കുന്ന വ്യാജത്തിന്റെ വ്യാപാര വ്യക്തി അയക്കുന്നു. ഇത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അതിനാൽ
എന്നാൽ അവരെ എത്തിക്കുന്നത് അത്ഭുത അടയാളങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ അത്ഭുതങ്ങളുടെ അടയാളങ്ങളിൽ തൃപ്തിപ്പെടുത്തുവാൻ വരുന്ന എതിർ ക്രിസ്തുവിനെ ആരാധിക്കാൻ എന്ന നിലവാരത്തിലേക്ക് അത് എത്തിക്കുമെന്നാണ് നമ്മളിവിടെ കണ്ടത്. ആമേൻ. ഹല്ലേലൂയ. 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട അവൻ അവസാനം വാക്യം വായിച്ചു നിർത്താം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയെയും നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ അതിന് ബലം ലഭിച്ചു. 13-15-16. എല്ലാവർക്കും അതിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാതെയും ആകുന്നു. ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യന്റെ സംഖ്യ അത്രേ. അതിന്റെ സംഖ്യ 666. അപ്പോൾ ഈ പറയുന്നത് പോലെ സകലരെ ഇത് ബാധിക്കും. ആരെയൊക്കെ ബാധിക്കും? ചെറിയവരെ, വലിയവരെ, സമ്പന്നരെ, ദരിദ്രരെ, സ്വതന്ത്രന്മാര്, ദാസന്മാരെല്ലാവരും ഇത് ബാധിക്കും. അപ്പോൾ അങ്ങനെ ആർക്കും തടുക്കുവാൻ കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ ആത്മാവിനെ പ്രാപിച്ച നാം ഓരോരുത്തരും നമ്മളിരിക്കുന്ന അഭിഷേകം നമ്മെ ഉപദേശിച്ച് വഴി നടത്തുമാറാകട്ടെ. ആത്മാവുള്ളവൻ സകലത്തെ വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവെന്ന മുദ്രയേറ്റ നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ കൃപയിൽ താണിരിക്കുക. ഇന്ന് പകർന്ന ഒരു വചനങ്ങൾ സ്വർഗം നമ്മളെ അനുഗ്രഹിക്കുമാറാട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട വചനത്തെ വഹിച്ചുകൊണ്ട് രണ്ടുപേരും പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം.